ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഉമ്മത്തിന്ന് പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. ക്ഷമയില്ലായ്മ ഏറ്റവും കൂടുതൽ നമ്മുടെ തിന്മയിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ക്യാമ്പസുകളും അങ്ങാടികളും നമ്മുടെ ഓണം കയറാ മൂലകൾ വരെ മയക്കുമരുന്നിന്റെ ലഹരിയുടെ അന്ധതയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഒരുപക്ഷെ ഇത് കേൾക്കേണ്ട ഒരു വിഭാഗമുണ്ട്, നമ്മുടെ വിദ്യാർത്ഥിനികൾ. അവരൊരു പക്ഷെ ഇവിടെ വന്നിട്ടില്ലായിരിക്കാം. ഇത് കേൾക്കേണ്ട ഒരു വിഭാഗം യുവാക്കളുണ്ട്, അവരവിടെ എത്തിയിട്ട് പോലും ഉണ്ടാവില്ല, 4 ആയത്ത് പോലും അവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവരിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അള്ളാഹു അത് കേൾക്കാൻ അവസരം അവർക്ക് നൽകിയിരിക്കും എന്ന് സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നത് നമുക്കൊക്കെയുള്ള വലിയൊരു സന്തോഷ വാർത്തയാണ്. നന്മ കേൾക്കാൻ ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയത് നമ്മളിൽ അള്ളാഹു ഖൈർ കണ്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. മാഷാ അല്ലാഹ്, നമ്മളിൽ ഒരു ഖൈർ, എപ്പോഴോ ചെയ്ത ഒരു നന്മ, ആ നന്മയ്ക്ക് അള്ളാഹു നൽകുന്ന പകരം എന്താണെന്നറിയോ? ദീൻ കേൾക്കാനുള്ള ഒരവസരം നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹു ഇട്ടുതരും. ഏതെങ്കിലും ഒരു വാദിന് പോയിരിക്കും, ഒരു മജ്‌ലിസിൽ പോയിരിക്കുന്നു, ഒരു നല്ല കാര്യം വായിക്കുന്നു, കേൾക്കുന്നു, ആരോ പറഞ്ഞു തരുന്നു. ഇതിനൊരവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അള്ളാഹു നിങ്ങൾക്ക് തന്ന ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയുടെ പ്രതിഫലമാണ്. അള്ളാഹു നമ്മളിൽ ഖൈർ കണ്ടതിന്റെ അടയാളമാണത്രേ. അള്ളാഹു നമ്മളിൽ ഖൈർ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وإذا عرتك بلية فاصبر لها صبر الكريم فإنه بك أعلم وإذا شكوت إلى ابن آدم إنما تشكو الرحيم إلى الذي لا يرحم وإذا عرتك بلية فاصبر لها. നിങ്ങൾക്ക് അള്ളാഹു ഒരു പരീക്ഷണം തന്നാൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അത് ക്ഷമിക്കണമേ. ക്യാമ്പസുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, ഹോസ്റ്റലുകളിൽ, നാടിന് പുറത്ത്, നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളോട് വളരെ വിനയപുരസ്സരം ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. വഇദാ അറത്ക ബലിയത്തുൻ ഫസ്ബിർ ലഹാ സബ്റൽ കരീം ഫഇന്നഹു ബിക അലമു. പ്രിയപ്പെട്ട മക്കളോട്, നമ്മുടെ യുവതലമുറയോട്, വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷനോട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ കാലഘട്ടത്തെക്കാളും വലുതാണ്, ഗുരുതരമാണ്. നിങ്ങൾക്ക് കാണേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ നിങ്ങളുടെ ഉപ്പമാരോ വല്യപ്പമാരോ അനുഭവിച്ചിട്ടില്ലാത്ത പരീക്ഷണങ്ങളാണ്. നിങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്ന തിന്മയുടെ തുറക്കപ്പെട്ട വാതിലുകൾ നിങ്ങളുടെ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക് ഒരുപക്ഷെ കാണുക പോലും ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത അവസരങ്ങളാണത്. അതുകൊണ്ട് ഏതെല്ലാം നൂതനമായ സിദ്ധാന്തങ്ങളെ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ആരൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുത്താൽ തന്നെയും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ കുട്ടിയും ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ അതിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. മദ്യപാനവും ലഹരിയും വ്യഭിചാരവും പച്ചയായും നിങ്ങൾക്ക് ഹലാലാണ് എന്നൊരു സ്റ്റിക്കർ തന്നെ അവിടെ ഒട്ടിച്ചു വെച്ചാൽ പോലും നമുക്കത് ഹലാലാകുന്നുണ്ടോ? ഇല്ല. ക്യാമ്പസിൽ പോളിസി പറയാണ് ഇവിടെ അത് കുഴപ്പമില്ല, നമ്മളത് ചെയ്യാൻ പാടുണ്ടോ? അതൊരു പരീക്ഷണമാണ്, കടുത്ത പരീക്ഷണമാണ്. ഏതെങ്കിലും ഒരന്യ ആണും ഒരു പുരുഷനും ഒരുമിച്ചുണ്ടാകുന്നത് തന്നെ അൽ ഖൽവത്തുൽ മുഹറമ എന്നാണ് അതിന് ശറഅ ഇടുന്ന പേര്. ഒരിക്കലും പാടില്ലാത്ത ഹറാമായ ഒരുമിച്ച് കൂടലാണത്. അത്തരം അവസരങ്ങൾ ക്യാമ്പസുകളിൽ, നമ്മുടെ കഫേകളിൽ, അങ്ങാടികളിൽ, ഷോപ്പിംഗ് മാളുകളിൽ ഹാങ് ഔട്ട് കേന്ദ്രങ്ങൾ ഒരുപാട് ഹാങ് ഔട്ടുകൾ. ഒരുമിച്ച് അവർ പോകുന്നു, ഒരുമിച്ചിരിക്കുന്നു, തോളിൽ പിടിച്ചിരിക്കുന്നു. ആര്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വിവേകമുള്ള മുതിർന്ന മക്കള്. അവർ വിചാരിക്കുന്നു നമ്മൾ വിദ്യാർത്ഥികളല്ലേ, അപ്പൊ ഇതൊക്കെ ജായിസാണ്. ഒരിക്കലുമില്ല മോനെ, ഒരിക്കലുമില്ല. നിനക്ക് 12 വയസ്സെങ്കിലും, നിനക്ക് പക്വതയുള്ളൊരു പ്രായമെത്തിയില്ലേ? 15 കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നീ ഒരു അഡൽട്ടാണ് ശരീഅത്തിന്റെ കണക്കിൽ. എന്തൊക്കെ മുസ്ലിമിന് ഹറാമും ഹലാലുമാണോ അത് നിങ്ങൾക്ക് ബാധകമാണ്.
അതുകൊണ്ട് വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങൾ, തിന്മയുടെ അവസരങ്ങളിൽ ഒന്ന് കണ്ണു ചിമ്മി പടച്ചവനെ എനിക്കിത് പാടില്ലല്ലോ റബ്ബേ എന്ന് ചിന്തിച്ച് വിജയിക്കേണ്ട ഒരു ഘട്ടമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അള്ളാഹു നിങ്ങൾക്കതിന് കരുത്തു തരട്ടെ എന്ന് ഉപ്പമാർ, കൂടെയുള്ള ജ്യേഷ്ഠനുജന്മാരിവിടെ നിന്ന് ദുആയിരക്കുകയാണ്. നിങ്ങൾ തിന്മയിലേക്ക് വഴുതിപ്പോവല്ലേ. ഒരു തിന്മ ഒരിക്കൽ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ തിന്മയുടെ ആവർത്തനങ്ങൾ പിന്നെ എളുപ്പമാണ്. ഒരിക്കൽ പോലും അതിൽ ചെന്നു ചാടാതെ അള്ളാഹു നമ്മുടെ മക്കളെ രക്ഷിക്കട്ടെ, അള്ളാഹുവെ നീ കാത്തുകൊള്ളണമേ എന്നാണ് നമ്മൾ ദുആയിരക്കുന്നത്. മയക്കുമരുന്നും ലഹരി ഉപയോഗിച്ച് സ്വന്തം ഉമ്മയെ ഗർഭിണിയാക്കിയൊരു +2കാരന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എത്ര വലിയ ദാരുണമാണതൊക്കെ. ഉമ്മാക്ക് മരുന്നെടുത്തു, ഉമ്മയെ മയക്കി കിടത്തി, ഉമ്മ പോലും അറിഞ്ഞില്ല. ഭർത്താവ് 1.5 കൊല്ലമായി ഗൾഫിലാ. ഈ ഉമ്മ ഗർഭിണിയായി പെണ്ണ്, എന്റെ ഭർത്താവല്ലാതെ ഒരാളും എന്നെ തൊട്ടിട്ടില്ല, പിന്നെ ഞാനങ്ങനെ ഗർഭിണിയായി. പോലീസും ഡോക്ടർമാരും ഒക്കെ ഒരുമിച്ചിരുന്ന് ഈ വിഷയം പഠിച്ചു നോക്കുമ്പോഴാ സ്വന്തം വീട്ടിലെ +2 വിദ്യാർത്ഥി മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഉമ്മയുടെ ഭക്ഷണത്തിലും കലക്കി കൊടുത്തു. ഉമ്മ അത് കഞ്ഞും കുടിച്ച് ആ കിടപ്പും കിടന്നതാ. പിന്നെ ഇവന്റെ തലയിൽ കയറി വന്നത് പിശാചാണ്. സ്വന്തം ഉമ്മാക്ക് ഗർഭമുണ്ടാകുന്ന ആരിൽ നിന്ന്? സ്വന്തം മകനിൽ നിന്ന്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? എവിടേക്കാണ് ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണോ നമ്മുടെ സമൂഹത്തിന്റെ അഡ്രസ്? ഇങ്ങനെയൊക്കെയാണെങ്കിൽ പുണ്യനബി എന്റെ ഉമ്മത്തികളെ എന്ന് വിളിക്കുന്നിടത്ത് 4 അയലത്ത് ചെന്ന് നോക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകുമോ? നാളെ യാ ഇബാദി എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ നമ്മൾ ഇബാദി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹിന്റെ അബ്ദായിട്ടുണ്ടോ? പുണ്യനബിയുടെ ഉമ്മത്തികളായിട്ടുണ്ടോ? അതുകൊണ്ട് വലിയ ഒരു പരീക്ഷണത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മുതഅല്ലിമീങ്ങളടക്കം, വിദ്യാർത്ഥിനികളടക്കം, സ്കൂളിലും കോളേജിലും പോകുന്നവരടക്കം, ഇൽമ പഠിക്കുന്ന മക്കളടക്കം വഞ്ചിക്കപ്പെടാനും തകരാനും വഴിതെറ്റിപ്പോകാനുമുള്ള അവസരങ്ങൾ പിശാച് വാതുറന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീനുകളാണ് നമ്മുടെ കൈകളിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. അതിന്റെ അനന്തര ഫലങ്ങൾ എത്ര വലുതാണ്. 80-90 കൊല്ലം നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു അന്യ പെണ്ണിനെ കണ്ട അവസരങ്ങൾ ഒരുപക്ഷെ എണ്ണിയാൽ ഒതുങ്ങുന്നതായിരിക്കാം, അല്ലേ? പക്ഷേ 3 വയസ്സ് മുതൽ 10-12 വയസ്സിനിടക്ക് ഒരു കുട്ടിക്ക് കാണാനിടയാവേണ്ടി വരുന്ന തിന്മയുടെ, മോശപ്പെട്ട നഗ്നതയുടെ ചിത്രങ്ങൾ 500 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചാലും അവസരമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇതൊന്നും കാണൂലായിരുന്നു. പക്ഷേ 2-3 കൊല്ലം കൊണ്ട് ഒരായുസിന്റെ, 2 ആയുസിന്റെ, 5-10 ആയുസിന്റെ അത്ര തിന്മകളാണ് നമ്മൾ വാരിക്കോരി കൂട്ടുന്നത്. എവിടെയാ നമ്മൾ കൊണ്ടുപോയി ഇറക്കി വെക്കുക? അള്ളാഹുവിനോട് നമ്മുടെ ശരീരത്തിന് മൂക്ക് കയറിടാനുള്ള ക്ഷമ തരണേ പടച്ചവനെ എന്നാണ് നമ്മൾ ദുആയിരക്കേണ്ടതെന്ന്. മൂക്ക് കയറിടാൻ നമ്മുടെ ശരീരത്തെ. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്വിഹിമാ وإنهما محضاك النصح فاتهمي. നിന്റെ ശരീരത്തോടും നിന്റെ പിശാചിനോടും നീ എതിരു ചെയ്യണം. അവർ പറയുന്നത് അനുസരിക്കല്ലേ. ശരീരം നിന്നോട് ഇത് പറയുന്നുണ്ട്, നീ കേൾക്കല്ലേ. ഇമാം ബുസീരി തങ്ങളുടെ എത്ര മനോഹരമായ വരികളാണത്. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്വിഹിമാ وإنهما محضاك النصح فاتهمي. എന്നാൽ ഇതുപോലെ ഒരു സാഹചര്യങ്ങളിൽ യൂറോപ്പിന്റെ മരം കോച്ചുന്ന തണുപ്പിൽ ജീവിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. അഭിമാനത്തോടെ പറയാം നമുക്ക്, ഐസ് പെയ്യുന്ന സമയമാണിപ്പോ യൂറോപ്പിലൊക്കെ. ഡിസംബറിന്റെ, ജനുവരിയുടെ, ഫെബ്രുവരിയുടെ ഈ ഒരു സമയങ്ങളൊക്കെ തണുപ്പിന്റെ സീസണാ, മാറിക്കൊണ്ടുവരുന്നേ ഉള്ളൂ. കടുത്ത മഞ്ഞ് പെയ്യുന്ന, ഐസ് പെയ്യുന്ന നേരത്ത് പോലും സുബ്ഹിക്ക് ഹയ്യ അലസ്സലാത്തി ഹയ്യ അലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കിനേക്കാളും മധുരമാണ്, ആനന്ദമാണ്, ഖൈറാണ് നിസ്കാരം എന്ന് വിളിച്ചു പറയുമ്പോ പുതപ്പിൽ നിന്ന് എഴുന്നേറ്റ് വുളുവെടുത്ത് അതിശൈത്യമുള്ള ഒരു കാലാവസ്ഥയിൽ അള്ളാഹുവിന് വേണ്ടി ഇരുളിലൂടെ നടന്നു ചെന്ന് മസ്ജിദിൽ കയറി ജമാഅത്തായി നിസ്കരിച്ചു വരുന്ന യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഈ ഉമ്മത്തിന് എത്ര വലിയ അഭിമാനമാണത്. ജമാഅത്തായി നിസ്കരിക്കാൻ കൂട്ടമായി വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് നമുക്ക് നിസ്കരിക്കാൻ പോകാം. സുബഹി നേരത്തെ നിസ്കാരത്തിന് ജമാഅത്തിൽ സംബന്ധിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്.
എത്രയോ ക്യാമ്പസുകളിൽ നമ്മുടെ സിറ്റികളിൽ കാണാം, നഗരങ്ങളിൽ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ആ നന്മ അല്ലാഹു നിലനിർത്തട്ടെ. അങ്ങനെ ഒരു വശത്തുകൂടെ തഖ്വയുടെ ഈമാനിന്റെ ആളുകളെ റബ്ബ് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പുറത്ത് നിന്ന് ഈമാൻ ചോർന്നു പോകുന്ന ദാരുണമായ കാഴ്ചയും. ഇതിനിടയിലാണ് നമ്മുടെ ജീവിതം. അല്ലാഹുവേ, നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وإذا عرتك بلية فاصبر لها صبر الكريم فإنه بك أعلم. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കണം, നന്നായി സഹായിക്കണേ. ഇതൊരു വലിയ പരിപാടിയാണ്. ഇതിൻ്റെയൊക്കെ ചെലവുകൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ വീട്ടിലൊരു ചെറിയ 4 കസേര വാടകയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നാൽ എത്ര ബില്ല് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ സൗണ്ടും മാഷാ അല്ലാഹ് നല്ല ഒരു സൗണ്ട് സംവിധാനം, നമ്മുടെ ലൈറ്റ്, ചെയർ, കാര്യങ്ങളും നമ്മുടെ ഒരുപാട് അവസരങ്ങൾ, നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ ജാമിഅ ജലാലിയ. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وإذا عرتك بلية فاصبر لها صبر الكريم فإنه بك أعلم. അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ പുണ്യനബി തങ്ങളുടെ വഫാത്തിന് ശേഷം അൻസ്വാരിയ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, തആൽ, നമ്മൾ 2 പേർക്കും പോകാം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, അവരെ ആരെയെങ്കിലും ചെന്ന് കണ്ടിട്ട് ഹദീസുകൾ നമുക്ക് ചോദിച്ചു പഠിക്കാം, നമുക്ക് ഇൽമു പഠിക്കാം. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, അദ്ദേഹം ഒരു ഖസൂലായിരുന്നു, മടിയനായിരുന്നു. അപ്പൊ പറഞ്ഞു, ഇബ്നു അബ്ബാസ്, നിങ്ങളൊക്കെ ചെറിയ കുട്ടിയല്ലേ, ഇവിടെ ഒരുപാട് മുതിർന്ന ആലിമീങ്ങൾ സ്വഹാബികൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളിപ്പോ അവരുടെ അടുത്ത് നിന്ന് ഇൽമു പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ക്ഷമിക്കാൻ തീരുമാനിച്ചു. മഹാൻ പറഞ്ഞു, ഞാൻ മുന്നിട്ടിറങ്ങി. കുൻതു അഖീലു ഇൻദ ബാബിൽ അൻസ്വാരി, അൻസ്വാരിയായ സ്വഹാബിയുടെ വാതിലിന്റെ അടുക്കൽ വന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരുന്ന് അവിടെ ഇരിക്കും. ഉച്ചനേരത്ത് അവിടെ ഇരുന്ന് സ്റ്റെപ്പിൽ കിടക്കും. എന്നിട്ട് പറയാണ്, കാറ്റും പൊടിയും ഒക്കെ വന്നിട്ട് എന്നെങ്ങനെ പൊതിയും. അങ്ങനെ ഞാൻ അവിടെ കിടക്കും. പക്ഷേ ആ വീട്ടിനുള്ളിൽ കിടക്കുന്ന സ്വഹാബി ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ആയിരിക്കും. ഞാൻ അവരെ ഒന്ന് വാതിൽ കൊട്ടിയാൽ അവർക്ക് വാതിൽ തുറന്നു തരും. പക്ഷെ ഞാനത് ചെയ്യില്ല, ഞാനോട് ക്ഷമിച്ചു കിടക്കും. മുതഅല്ലിമീങ്ങളുണ്ട് ഇവിടെ, അതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, എന്താ നമ്മൾ അങ്ങനെ പറയാൻ കാരണം? റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. ക്ഷമ കൊണ്ട് നേടിയെടുത്തതാണത്. സ്വർഗത്തിന്റെ വഴി അവർക്ക് അള്ളാഹു തുറന്നു വെച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ കിടക്കുമ്പോ നട്ടുച്ച നേരത്തെ മദീനയുടെ ചൂട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആരായി കിടക്കുന്നത്? തങ്ങളുട്ടിയാണിത്. തങ്ങളാണ് ഇബ്നു അബ്ബാസ് തങ്ങളാണ്. പുണ്യനബി വഫാത്താകുമ്പോ ചെറിയ വയസ്സുള്ളൂ, 11-12 വയസ്സ്. അപ്പൊ സ്വഹാബി വാതിൽ തുറക്കും. യബ്ന അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയുടെ മോനെ, നിങ്ങൾ എന്റെ വാതിലിന്റെ താഴെ വന്ന് കിടക്കുകയോ? എന്തിനാണിത്? ഒന്ന് വാതിൽ കൊട്ടിയാൽ ഞാൻ തുറന്നു തരില്ലായിരുന്നോ? പറഞ്ഞു, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷേ സമിഅ്തു അൻക, നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടത് നിങ്ങളുടെ കയ്യിൽ പുണ്യനബി തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടെന്നാണ്. അത് പഠിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അസ്മിഅനി ഹദീസ് റസൂലില്ലാഹ്. അപ്പൊ അവിടെ നിന്ന് ചൊല്ലിക്കൊടുക്കും ഹദീസ്. ഇന്ന ഹദീസുകൾ ഹബീബിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് അദബ് കാണിച്ചു മഹാൻ. ഒരു ഉസ്താദിനെയും ഒരു ഗുരുനാഥനെയും വിഷമിപ്പിച്ചില്ല. അവിടെ വന്ന് കിടക്കും. വീടിന്റെ മുറ്റത്ത് സ്റ്റെപ്പിൽ വന്നിരിക്കും നട്ടുച്ച നേരത്ത്. മഹാന്റെ ഫിഖഹാണത്, അദബാണത് എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അവിടെ നിന്ന് വാതിൽ കൊട്ടി. തങ്ങളല്ലേ ഇത്, ആരും തുറന്നു കൊടുക്കൂലേ? സയ്യിദല്ലേ, പുണ്യനബി തങ്ങൾ അത്രമേൽ ആദരിച്ച അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ. അല്ലാഹുവേ, ദീനിന്റെ അറിവ് നീ കൊടുക്കണമേ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് പുണ്യനബി ദുആ ചെയ്തു കൊടുത്ത മഹാനാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, തങ്ങളുടെ എളാപ്പയുടെ മോന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടെ കിടക്കുമായിരുന്നു. 10-15 കൊല്ലം കഴിഞ്ഞപ്പോഴേ ശുദ്ധമായ ഹജ്ജ് നടക്കുമ്പോ
ഹറമിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തഫ്സീർ ചോദിക്കുന്നവർക്ക് തഫ്സീർ, ഫിഖ്ഹ് ചോദിക്കുന്നവർക്ക് ഫിഖ്ഹ്, ഇബാദത്തിനെ സംബന്ധിച്ചുള്ള മസ്അലകൾ, ലുഗത്ത്, അദബ് ചോദിക്കുന്നുണ്ട്, ഭാഷ, സാഹിത്യം, അവർക്ക് അത് എല്ലാം ഫറായിദിന്റെ മസ്അലകൾ എല്ലാം ഓരോരുത്തർക്കും ആവശ്യമായത് ഒരേ ഇരുത്തത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഹാദാ വല്ലാഹി കാന അഅഖല മിന്നി, എന്നെക്കാളും ഒരുപാട് ബുദ്ധിയുണ്ടായിരുന്നു ഇബ്നു അബ്ബാസ് എന്നവർക്കെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവരൊക്കെ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ് എന്ന് പറയാം, ഒരേ പ്രായക്കാരാണ്. അന്ന് എന്നോട് ചോദിച്ചു ഹദീസ് പഠിക്കല്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്തിനാ അവിടെ ഒരുപാട് ഉസ്താദുമാരില്ലേ, സ്വഹാബിമാര് ജീവിച്ചിരിപ്പില്ലേ, പിന്നെ എന്തിനാ നമ്മൾ കുട്ടികൾ അതിന് നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് അടുത്ത ഒരു തലമുറക്ക് ഇൽമും അറിവും പകർന്നു കൊടുക്കാൻ സാധിച്ച അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. സുബ്ഹാനല്ലാഹ്, വിദ്യാർത്ഥികൾ അത് സഹിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ ദീനിൽ ത്യാഗം ചെയ്യുന്ന ദാഇമാർ, പ്രബോധനം ചെയ്യുന്ന ആളുകൾ വലിയ ക്ഷമ വേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലം ഒരുപാട് ട്രോളുകളും ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പരിഹാസങ്ങളും കേട്ടുകൊണ്ടാണ് ദാഇമാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദീനി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് വലിയൊരു വിഭാഗം പൈശാചിക ശക്തി ദീനിനെതിരായി അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ പിശാചിങ്ങനെ മനുഷ്യന്റെ പിന്നാലെ കൂടുകയാണ്. ആ സർവമാന വസ്വാസുകളെയും വകഞ്ഞു മാറ്റിയിട്ട് വേണം ദഅവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങാൻ. നല്ല ക്ഷമ വേണ്ടി വരും. നമ്മുടെ മക്കളോട്, വിദ്യാർത്ഥിനികളോട് ക്ഷമ വേണ്ടി വരും. നമ്മുടെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക് മാതാപിതാക്കളോട്, മാതാപിതാക്കൾക്ക് മക്കളോട്. അള്ളാഹു നമ്മെ ജീവിതത്തിൽ സംവിധാനിച്ചത് സബറും ശുക്റും എന്ന രണ്ട് മൂല്യങ്ങളിലൂടെയാണ്. ഒന്ന് പേഷ്യൻസ്, മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ചെയ്യുക, മറ്റൊന്ന് ക്ഷമിക്കുക. രണ്ടും നമ്മുടെ കൈകളിൽ എന്നും സുലഭമായി നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ വീടുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ മഹല്ല്, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ പഞ്ചായത്തുകൾ, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം എല്ലാം നിലനിന്നു പോകുന്നത്. എത്ര മനോഹരമാണ്. لا تحسبن المجد تمرا أنت آكله لن تبلغ المجد حتى تعلق الصبرا حتى تلعق الصبرا. ഔന്നിത്യവും പുരോഗതിയും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈത്തപ്പഴം തിന്നുന്ന ലാഘവത്തോടെ നിങ്ങൾ കാണല്ലേ. ലൻ തബ്ലുഗൽ മജ്ദ ഹത്താ തൽഅഖ الصبرا. ക്ഷമ എന്ന് പറയുന്നത് നിങ്ങൾ നാവുകൊണ്ട് നുണഞ്ഞെടുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾക്ക് ഉന്നതികൾ എത്തിപ്പിടിക്കുക സാധ്യമല്ല. പാണ്ഡിത്യത്തിന്റെ കൊടുമുടിയിലേക്ക് കയറിപ്പോയ മഹാപണ്ഡിതന്മാർ, അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പേന ചുരണ്ടിയിട്ട് ആ പേന ചുരണ്ടിയ വേസ്റ്റ് എന്റെ മയ്യത്ത് ഒരുപക്ഷെ ഒരു തണുപ്പ് കാലത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്നെ കുളിപ്പിക്കാനുള്ള ഐസ് വെള്ളം ഒന്ന് ഐസ് വിടാൻ ചൂടാക്കി എടുക്കേണ്ടി വരും. അത് എന്റെ പേന കൊണ്ട് ഞാൻ ചുരണ്ടിയെടുത്ത ആ പേനയുടെ മിബ്ര, അതിന്റെ ബാക്കി വരുന്ന ചെറിയ ചെറിയ പൊടികൾ അതെടുത്ത് നിങ്ങൾ കത്തിക്കണേ. വലിയൊരു ചെമ്പ് വെള്ളം കത്തിച്ചിട്ടും അത് ബാക്കിയായിരുന്നു എന്നാണ് ചരിത്രം. ലക്ഷക്കണക്കിന് പേജുകളാണ് കിതാബ് എഴുതിയത്. അതിലും അപ്പുറമാണ് അദ്ദേഹം ദഅവത്തിന് ചെലവഴിച്ച മണിക്കൂറുകൾ. 1000 വോള്യങ്ങളിൽ ഗ്രന്ഥം എഴുതിയ അല്ലാമ ഇബ്നു അഖീലിനെ പോലെയുള്ള ആളുകൾ റഹ്മത്തുള്ളാഹി തആല അലൈഹി 50,000 ഹദീസുകൾ, 50,000-ഓളം വരുന്ന ഉസ്താദുമാരിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചു പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പോലെയുള്ളവർ, ഇമാം ഷാഫിഈ തങ്ങളെ പോലെയുള്ളവർ എത്ര വലിയ ത്യാഗമാണ് ചെയ്തത് അറിവിന്റെ വഴിയിൽ. ആ ത്യാഗം അവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടോ? ദീൻ നമ്മുടെ മുമ്പിലുണ്ടോ? ഫിഖ്ഹ് നമുക്ക് ലഭിക്കുമോ? ദീനിന്റെ അഹ്കാമുകൾ നമുക്കറിയുമായിരുന്നോ? ഹദീസുകൾ ശേഖരിക്കപ്പെടുമായിരുന്നോ? അവർക്കൊക്കെ ഇമാം ബുഖാരി തങ്ങളുടെയൊക്കെ ത്യാഗം ഭയങ്കരമാണ്. ചെറുപ്രായത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോ 2 വയസ്സുള്ളപ്പോ കണ്ണിന്റെ കാഴ്ചയില്ല എന്ന് ഉമ്മാക്ക് ബോധ്യപ്പെട്ടു. ആ ഉമ്മയാണ് ദുആ ചെയ്തത്, അല്ലാഹുവേ എന്റെ കുഞ്ഞിന് കണ്ണിന്റെ കാഴ്ച കൊടുക്കണമേ. ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അങ്ങ് ഖുറാസാനിന്റെ അപ്പുറത്ത് നിന്ന്, സമർക്കന്ദിൽ നിന്ന്, ബുഖാറയിൽ നിന്ന് എത്ര ദൂരങ്ങളാണ് അവർ യാത്ര ചെയ്തത്. ഖുദ്സിലേക്ക്, ഇറാഖിലേക്ക്, ഈജിപ്തിലേക്ക്, ഹിജാസിലേക്ക്, മക്കയിലേക്ക്, മദീനയിലേക്ക്
യമനിലേക്ക് എത്ര സ്ഥലങ്ങളിൽ മഹാൻ യാത്ര ചെയ്തു. ആ ത്യാഗങ്ങൾ മുഴുവൻ സ്വബറാണ്. ആർക്ക് വേണ്ടി? ആരെങ്കിലും അവരെന്തെങ്കിലും കൊടുത്തോ? അല്ല സ്റ്റൈപ്പൻഡ് കിട്ടിയോ? ശമ്പളം കിട്ടിയോ? ആരെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്തോ? ഒന്നുമില്ല. പോകുന്ന സ്ഥലങ്ങളിൽ അവർ ജോലിയെടുക്കും, പണിയെടുക്കും. അതുകൊണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവർ ജീവിക്കും. എന്നിട്ട് ഹദീസ് പഠിക്കും. കിതാബ് എഴുതാൻ അവർ പേനയും കടലാസും ശേഖരിക്കും, മഷിയും എഴുതാനുള്ള തോൽ പേപ്പറുകളും ശേഖരിക്കും. അങ്ങനെയുള്ള യാത്ര ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 5 കൊല്ലം ഇൽമു പഠിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഒരു കൊള്ള സംഘം ആ സംഘത്തെ പിടികൂടുന്നത്. ഗസാലി ഇമാം പറയുന്നു, അള്ളാഹു എന്റെ മുമ്പിലേക്ക് ഇട്ടു തന്ന ഒരു അറിവായിരുന്നു അത്. കയ്യിലുള്ള മുഴുവനും അവരെ പിടിച്ചു വാങ്ങി. ഇമാം ഗസാലിയുടെ കയ്യിലുള്ള പേപ്പറുകൾ അവരെ പിടിച്ചു വാങ്ങിയപ്പോ മഹാനവറുകൾ നെഞ്ചിലേക്ക് ചേർത്തി പിടിച്ചു പറഞ്ഞു, ഇത് ഞാൻ തരൂല, ഇതെന്റെ അറിവാണ്, ഇതെന്റെ ഇൽമാണ്. 5 കൊല്ലം ഞാൻ എഴുതിയെടുത്ത എന്റെ മക്തൂബാത്തുകളാണിത്, ഇത് ഞാൻ തരൂല എന്ന് പറഞ്ഞു. കള്ളനെ പിടിച്ചു വലിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനിത് പിടിച്ചു വാങ്ങിയാൽ തീരുന്ന ഇൽമല്ലേ നിങ്ങളുടെ കൈകളിലുള്ളൂ? ഇതെന്ത് ഇൽമാണ്? ഈ പേപ്പർ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു വാങ്ങിയാൽ തീർന്നു നിങ്ങളുടെ ഇൽമ്. പിന്നെ എന്തിനാണിത്? ഇമാം ഗസാലി പറയാണ്, അല്ലാഹു അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് എനിക്ക് വേണ്ടി. അന്ന് മുതൽ തീരുമാനിച്ചതാണ്, ഇനി എഴുതി വെക്കുന്നില്ല, ഇനി ഹിഫ്ള് ചെയ്യാൻ. അങ്ങനെയാണ് 10,000-കണക്കിന് പേജുകൾ ഹിഫ്ള് ചെയ്തത് മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു കള്ളം കൊണ്ടുപോയതാ. അന്ന് തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ പേപ്പറിൽ വെക്കൂല. എന്റെ ഇൽമ് എന്റെ കൂടെ വേണം, എന്റെ തലയിൽ വേണം, എന്റെ കൂടെ വേണം, ഞാൻ ഹിഫ്ള് ചെയ്യുകയാണ്. എത്ര വലിയ ത്യാഗങ്ങൾ! ലില്ലാഹി ദർറുഹും, അവരൊക്കെ ചെയ്ത സേവനത്തിന് അല്ലാഹുവേ നീ അവർക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قالوا إنا لله وإنا إليه راجعون ولنبلونكم മുഅ്മിനീങ്ങളെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, പേടി കൊണ്ടും വിശപ്പ് കൊണ്ടും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കൃഷിയിടങ്ങളിലും പഴവർഗ്ഗങ്ങളിലും നിങ്ങളുടെ വരുമാനങ്ങളിലും കുറവ് വരുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ, നബിയെ ഞാൻ പരീക്ഷിക്കുമെന്ന വിഷയം ഉറപ്പാണ്. മൻ റളിയ ഫലഹുർ റിളാ വമൻ സഖിത ഫഅലൈഹിസ് സഖത്, വേണ്ടവർക്ക് തൃപ്തിപ്പെടാം, എന്റെ തൃപ്തി കിട്ടും. വേണ്ടവർക്ക് ദേഷ്യപ്പെടാം, അവർക്ക് എന്റെ ദേഷ്യവും ഉണ്ടാകും. അല്ലാഹുവിന്റെ വാക്കാണത്, ഖുദ്സിയായ ഹദീസ്. മൻ റളിയ ഫലഹുർ റിളാ, ഞാൻ ഇതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ? എന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ദേഷ്യമാണോ? അള്ളാഹുവിന്റെ ദേഷ്യവും നിങ്ങൾക്കുണ്ടാവും. യാ അല്ലാഹ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ട സമയമായി. പരാതിപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ചാവല്ലേ, അള്ളാഹുവിനോടാവട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള പരാതി പറയല്ലേ. എന്താണ് എനിക്കിങ്ങനെ, എന്താണ് ഞങ്ങൾക്കിങ്ങനെ, എന്താ ഞങ്ങളുടെ വീട്ടുകാർക്കിങ്ങനെ, എന്തേ ഞങ്ങൾക്കിങ്ങനെ, ഞങ്ങളോട് മാത്രം, വേറെ ആരും പടച്ചോന് കിട്ടിയില്ലേ എന്നൊന്നും പറയല്ലേ. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നബിയെ സന്തോഷം അറിയിച്ചു കൊടുക്കണം. ആരാണവർ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, ചെറുതോ വലുതോ ആയ ഒരു പരീക്ഷണം അവർക്ക് വന്നാൽ, ഖാലു, അവർ പറയേണ്ടത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണ്. ഇത് പറയുന്നവർക്ക് നബിയെ അങ്ങ് സന്തോഷം അറിയിച്ചു കൊടുക്കണമേ. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസ്വാബിറൂ വറാബിതൂ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, ക്ഷമിക്കണേ എന്ന് മാത്രമല്ല, പരസ്പരം ക്ഷമ കൊണ്ട് മത്സരിക്കണമേ, ക്ഷമ കൊണ്ട് മത്സരിക്കണമേ.
ഞാൻ ചോദിക്കുന്നു, നമ്മുടെ യുവതലമുറ കല്യാണം കഴിയുമ്പോൾ നിക്കാഹിന്റെയും കല്യാണത്തിന്റെയും പൊലിമ മാത്രമാണ് നമ്മൾ അറിയുന്നത്. ഒരുപാട് വിവാഹങ്ങൾ 1 മാസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ തൊലാഖിലേക്ക് പോകുന്നുണ്ട്. ആരും അറിയില്ല. പിന്നെ അതിനിപ്പോൾ ആർക്കും വിളിച്ച് ചോറ് കൊടുക്കൂലല്ലോ, തൊലാഖാണെന്ന് പറഞ്ഞിട്ട്. അത് വേണ്ടപ്പെട്ടവര് മാത്രം അറിഞ്ഞ് അങ്ങ് നടക്കുകയാണ്. എന്തേ? പെണ്ണിനും ക്ഷമല്ല, പുതിയാപ്പിളക്കും ക്ഷമല്ല. പുതിയ പെണ്ണുങ്ങൾക്ക്, പുതുനാരികൾക്ക്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ക്ഷമക്കുറവ് വല്ലാതെ ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം ഇന്നത്തെ കാലഘട്ടം. ഒരുപക്ഷെ അവര് കേൾക്കുന്നതോ അവർ ചിന്തിച്ചതോ അവർ ഡ്രീം ചെയ്തതോ യാഥാർത്ഥ്യത്തിൽ കാണാത്തതിലുള്ള നിരാശയാണ്. പെട്ടെന്ന് പറയാൻ, എനിക്ക് ജീവിതം എടുത്തു, ഒരു കുട്ടിയായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എന്നെ തൊലാക്ക് ചൊല്ലി തന്നേക്ക്, ഞാൻ പോവാൻ, ഞാൻ ജോലിക്ക് പോയി ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാം, എനിക്ക് നിങ്ങൾ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? പറയപ്പെടാൻ മാത്രം ഒന്നുമില്ല. നിസ്സാര വിഷയങ്ങളും ചില ഈഗോ കളികൾ മാത്രം കുടുംബത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ. നിസ്സാരമായ കാര്യത്തിന് അവർ ചോദിച്ചത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഇറങ്ങിപ്പോക്ക്, വാശി, കടുത്ത വാശി പിടിക്കുക, പിന്നെ മിണ്ടാട്ടമില്ല, എറിഞ്ഞു പൊളിക്കലാണ്, പിന്നെ നിലവിട്ട് കരയലാണ്, ഇറങ്ങി ഓടലാണ്, പരാതിപ്പെടലാണ്. ഉമ്മമാരെ ഉപ്പമാരെ അത് അവർക്കെതിരെ കേസ്, അവർക്കെതിരെ പരാതി, അവർക്കെതിരെ ആക്രോശം. പെങ്ങളെ, ഇതൊന്നും ജീവിതത്തിൽ പരിഹാരമല്ല. ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് നേടാൻ കഴിയുകയുമില്ല. ജോലിക്ക് പോയാലും അവിടെയും ക്ഷമ വേണം, വേണ്ടേ? നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് ക്ഷമ വേണം. ഭർത്താവിനൊത്ത് ഭാര്യയോടൊത്ത് ജീവിക്കുമ്പോ ക്ഷമയില്ലാതെ ജീവിക്കാൻ കഴിയില്ല മുഅ്മിനെ. സയ്യിദുനാ ഫാറൂഖ് തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് എന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലണം. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താ കാരണം? എനിക്ക് അവളോടൊരു സ്നേഹം തോന്നുന്നില്ല. ഉമർ തങ്ങൾ പറഞ്ഞു, ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞു. പിന്നെ വന്നത് ഉമർ തങ്ങളുടെ അൽ അസ്വൽ ഉമരിയ, വിഖ്യാതമായ ഉമർ തങ്ങളുടെ വടിയുമായിട്ടാണ്. അപ്പോഴേക്കും ഇവൻ പേടിച്ചു, എന്തിനാണ് എന്നെ അടിക്കുന്നത്? ഉമർ തങ്ങളുടെ ചോദ്യം, അകുല്ലുൽ ബുയൂതി ബുനിയ അലൽ ഹുബ്, എല്ലാ വീട്ടിലും എപ്പോഴും സ്നേഹം ഇങ്ങനെ നിൽക്കാന്നാണോ നിന്റെ വിചാരം? സ്നേഹം തോന്നുന്നില്ല എന്ന് വിചാരിച്ച് തൊലാക്ക് ചൊല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മഹാനവറുകൾ ശിക്ഷണത്തിന് വന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടതാ. ഉമർ തങ്ങൾ പറയാൻ, അതിന്റെ പേരിൽ തൊലാക്ക് ചൊല്ലേ. ജീവിതം കൊണ്ട് കളിക്കുകയാണോ നിങ്ങളെ? ജീവിതം കൊണ്ട് കളിക്കുകയാണോ? നിങ്ങൾക്ക് എന്റെ മോളെ ഇന്നാലിന്ന മഹറിന് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്നൊരു വാപ്പ പറയുന്നത് മരണത്തിന്റെ അവസാനം വരെയും മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്കും നീണ്ടുപോകേണ്ട ഒരു ബന്ധമാണ്. അതിവിടെ 1 മാസം, 2 മാസം, 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം തീർന്നു, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമ്മുടെ ഉപ്പമാറും ഉമ്മമാർ 60ഉം 70ഉം 80ഉം 90ഉം 100ഉം വയസ്സ് വരെ ഒരുമിച്ച് ജീവിച്ചവരാണ്. ആ ഒരു ക്ഷമ നമ്മുടെ ന്യൂജൻ കുട്ടികൾക്ക് എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? എന്തേ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻ തസ്ബിറു വ തത്തഖു, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിന്റെ സുഗന്ധവും അതിന്റെ സൗന്ദര്യവും അതിന്റെ സൗരഭ്യവും ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ധൃതി പിടിക്കുകയാണ്. വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾക്ക് ധൃതിയാണ്, എല്ലാം പെട്ടെന്ന്. നാളെ തന്നെ വീട് വെക്കണം, മറ്റന്നാളെ പിന്നെ അവളെ കൊണ്ടുപോകണം എവിടേക്ക്, വിദേശങ്ങളിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്ന് വാങ്ങിച്ചു കൊടുക്കണം, പുതിയ വാഹനം മേടിക്കണം. ഇങ്ങനെ തുടങ്ങി ആഗ്രഹങ്ങളുടെ ഒരുപാട് സമർപ്പണമാണ് ഭർത്താവിനോട്. ആഗ്രഹങ്ങൾ സമർപ്പിക്കുക ഒക്കെ എവിടെ നിന്ന് സാധിച്ചു കൊടുക്കാനാണ്? അത് സാധിച്ചു കൊടുത്താൽ തന്നെയും ജീവിതം അവിടെ പരിപൂർണമായോ? ജീവിതം അതിലും വലുതല്ലേ? സ്നേഹവും കടപ്പാടും ക്ഷമയും ഈമാനും തഖ്വയും ഉള്ളിടത്തല്ലേ സന്തോഷമുണ്ടാകൂ? അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരിടത്ത് എങ്ങനെ സന്തോഷമുണ്ടാവാനാണ്? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, ഇതല്ലേ നമ്മൾ പറയുന്നത്, നമ്മോട് പറയാൻ കൽപ്പിച്ചത്? ക്ഷമയും സമാധാനവും അല്ലാഹുവേ നിന്നിൽ നിന്നാണ്, നീയാണ് റബ്ബേ അത് നൽകുന്നത്, നിന്നിൽ നിന്ന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ പടച്ചവനെ, വേറെ ആര് വിചാരിച്ചാലും അത് ലഭിക്കുകയില്ല. അവിടെ നിന്നാണ് നിസ്കാരമില്ല, സുബ്ഹി നിസ്കാരമില്ല, സുന്നത്തുകളില്ല, സുന്നത്ത് നോമ്പില്ല, റമദാനുകൾ പോലും ആർക്കൊക്കെയോ വേണ്ടി എങ്ങനെയൊക്കെയോ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള കരണം മറിച്ചിലാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അള്ളാഹു നമ്മളെ എപ്പോഴോ കൈവിട്ടു കാണില്ലേ? മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോടുകൂടെ യാത്ര പോയപ്പോ, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, മൂസ നബിയെ ഞാനും നിങ്ങളും ഇനി തമ്മിൽ ഫിറാഖ്, നമ്മൾ വിട്ടുപിരിയാണ്, ഇനി എന്റെ കൂടെ വരണ്ട, ഇനി നിങ്ങൾ എന്റെ കൂടെ യാത്ര ചെയ്യേണ്ട, പൊയ്ക്കോ എന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബി പറയുന്നത്
മൂന്ന് തെറ്റുകൾ സംഭവിച്ചപ്പോഴാ. അത് തെറ്റൊന്നും പറയാനില്ല. മൂസാ നബി ആവേശം കൊണ്ട് ചോദിച്ചു പോയ 3 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ പേരിൽ ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, മഹാനായ അല്ലാമ ഹസനുൽ ബസ്രി തങ്ങൾ പറയാ, അല്ലാഹു നമ്മളോട് ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക് എന്ന് എപ്പോഴോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കളി കണ്ടിരുന്ന് സുബഹി ഖളാക്കിയപ്പോ, ലഹരിയുടെ പിന്നാലെ പോയപ്പോ, ന്യൂ ഇയർ ആഘോഷങ്ങൾ വരുമ്പോഴേ അന്ന് പിന്നെ എന്തൊക്കെയോ ഹലാലാണെന്നാണ് വിചാരം. പെരുന്നാളുകൾ വരുമ്പോഴേ നോമ്പിന്റെ എല്ലാ സുഗന്ധവും നഷ്ടപ്പെട്ട് ദുർഗന്ധം വമിക്കുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ ഓടിച്ചെല്ലുമ്പോ അള്ളാഹു നമ്മളോട് പറഞ്ഞു കാണില്ലേ, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്. 3 തെറ്റുകൾക്ക് ഖിദർ നബി മൂസ നബിയോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോടത് പറഞ്ഞിരിക്കാൻ എത്രയോ അവസരങ്ങൾ കടന്നുപോയില്ലേ? പടച്ചോ നമ്മളോടത് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് പേടിക്കേണ്ടവരാണ് നമ്മൾ. യാ അല്ലാഹ്, ഒരൊറ്റ സുജൂദ് അള്ളാഹുവിനെ ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പേരിലാണ് പിശാചിനോട് ഫഇന്നക റജീം, പൊയ്ക്കോ എന്ന് പറഞ്ഞിറക്കി വിട്ടത്. നമ്മുടെ ഉപ്പ വല്ലിപ്പയായ ആദം അലൈഹിസ്സലാം, നമ്മുടെ വല്യമ്മ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, ഒരു പഴം അതേതാണ് പഴമെന്ന് നമുക്കറിയില്ല. ആപ്പിൾ ആണോ മുന്തിരിയാണോ അതൊന്നും അറിയില്ല. ലാ തഖറബാ ഹാദിഹി ഷജറ, ഒരു മരം കാണിച്ച് ഇതിൽ നിന്ന് തിന്നരുത്. ഒരു നേരം തിന്നതിന്റെ പേരിലാണ് ഇഹ്ബിതാ മിൻഹ, നിങ്ങൾ 2 പേരൂടെ ഇറങ്ങി പോയിക്കോളൂ എന്ന് പറഞ്ഞത്. യാ അല്ലാഹ്, നമ്മൾ എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ച് വിചാരിക്കുന്നത്? ഇത്രമേൽ പടച്ച തമ്പുരാന് വേണ്ടി തഖ്വയും സബറും ക്ഷമയും തിന്മയിലേക്ക് പോകാതെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ റബ്ബ് തആല എടുത്തുകൊണ്ടു പോകാതിരിക്കാൻ ശുക്രോടുകൂടെ സബറോടുകൂടെ ക്ഷമയോടുകൂടെ നമുക്ക് നിലനിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അള്ളാഹു നമ്മളോട് ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക് എന്ന് പറഞ്ഞിരിക്കാൻ ഇടയില്ലയോ മുഅ്മിനീങ്ങളെ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഖബറിന്റെ മുന്നിൽ ഒരു പെണ്ണിങ്ങനെ ഇരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ അരികത്ത് കൂടെ പോവുകയാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ മരണത്തിന്റെ വേദന വലുതാണ്, സങ്കടം അതിദാരുണമാണ്, വളരെ വേദനാജനകമാണ് മരണം സംഭവിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ഉപ്പ മരിച്ചു ഉമ്മ മരിച്ചു എന്ന് പറയൂലേ, നമുക്ക് വേദനയാവും. ഇനി ഒരിക്കൽ നമ്മൾ മരിച്ചു എന്ന് പറയും, വേറെ ചില ആളുകൾക്ക് അത് വേദനയായി മാറും. അതാണ് ഈ ലോകം. എൻ്റെ ഉപ്പ മരിച്ചു ഇത്ര വർഷമായി, എൻ്റെ ഉമ്മ മരിച്ചു ഇത്ര കൊല്ലമായി, ഇനി നിങ്ങൾ മരിച്ചു എന്ന് പറയും അല്ലേ? അപ്പൊ നിങ്ങളുടെ മക്കൾ പറയും എൻ്റെ ഉപ്പ മരിച്ചുപോയി. നമുക്കിപ്പോ സങ്കടമാണ്, ഇനി നമ്മൾ കാരണം ചില ആളുകൾക്ക് സങ്കടം വരും. ഈ ലോകം അങ്ങനെയാണ്. ഒരു പെണ്ണ് തന്റെ കുഞ്ഞ് മരിച്ചപ്പോ ആ കുഞ്ഞിനെ മറവ് ചെയ്തെടുത്ത് ഒരു ഉമ്മ വന്ന് പൊട്ടിക്കരയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികത്ത് വന്ന് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, പെണ്ണേ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ, നിങ്ങൾ ക്ഷമിക്കണമേ. പക്ഷെ പെണ്ണിനെ അറിഞ്ഞില്ല ഇത് പുണ്യ നബിയാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലൈക അന്നി ഫഇന്നക ലം തുസബ് ബിമുസീബതി, നിങ്ങളൊന്ന് പോകുമോ? എന്റെ വിഷമം എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്റെ വിഷമം എത്രയാണെന്നറിയോ? ഞാൻ എങ്ങനെ ക്ഷമിക്കാനാണ്? എന്റെ കരളിന്റെ കഷ്ണമല്ലേ മരിച്ചുപോയത്. ആളുകൾ പറഞ്ഞു, പെണ്ണേ നിങ്ങൾ ആരോടായി പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലാണത്. നിങ്ങളപ്പോഴേക്കും പോയി കഴിഞ്ഞിട്ടുണ്ട്. ഓടിച്ചെന്നു ആ പെണ്ണ്. ഹബീബായ നബി തങ്ങളുടെ അരികത്ത് വന്നു. ഫലം തജിദ് ഇൻദഹു ബവാബീൻ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാതിലിന്റെ അടുക്കൽ ഹബീബായ നബിക്ക് പാറാവുകാരില്ല, ഗേറ്റ് കീപ്പേഴ്സ് ഇല്ല, അവിടെ നബി തങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല. അങ്ങനത്തെ ഒരു നബി അവൾ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കയറി ചെല്ലാൻ പറ്റുന്നു, തങ്ങളുടെ അരികത്തേക്ക് വരാൻ കഴിയുന്നു. തങ്ങളുടെ അരികത്ത് വന്നവർ പറഞ്ഞു, ലം അരിഫ്ക യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ അങ്ങയെ അറിഞ്ഞില്ലായിരുന്നു, എന്നോട് പൊറുക്കണേ, ഞാൻ അങ്ങയോട് പറഞ്ഞത് തെറ്റായി പോയി, എനിക്ക് മാപ്പ് നൽകണേ. പുണ്യനബി മാപ്പ് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് അവളോട് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട് ആ ഉമ്മയോട്, ഇന്നമസ്സബ്റു ഇൻദസ്സദ്മത്തിൽ ഊലാ, ഇന്നമസ്സബ്റു ഇൻദസ്സദ്മത്തിൽ ഊലാ, നിങ്ങളുടെ മനസ്സിന് വരുന്ന ആഘാതം അത് ഏൽക്കുന്ന ആദ്യ സമയത്താണ് നിങ്ങൾക്ക് ക്ഷമ വേണ്ടത്. ഏറ്റവും ആദ്യം അത് കേൾക്കുന്ന മാത്രയിൽ. നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയാണ്. എപ്പോഴും സങ്കടമുള്ള വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരും എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കണം. എപ്പോഴും നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്
നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ച്, വീട്ടിലുള്ള ആളുകളെ കുറിച്ച്, നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ കുറിച്ച് നിർബന്ധമായും ഒരു മരണവാർത്തയോ ഒരു ആക്സിഡന്റോ കേൾക്കുമ്പോൾ നമ്മൾ തകർന്നു പോകരുത്. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അല്ലാഹുവേ, നിന്റെ വിധി, നീ വിധിക്കുന്നത് നടക്കും, നീ തീരുമാനിച്ചത് മാത്രമേ ഇവിടെ നടക്കൂ റബ്ബേ. മാ ശാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് പറയേണ്ടവരാണ് നമ്മളൊക്കെ. ഇന്നമസ്സബ്റു ഇൻദ സുദ്മത്തിൽ ഊല. പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിന്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ക്ഷമ പാലിക്കണം. റബ്ബ് തആലയോട് അത് ചോദിച്ചു വാങ്ങ. ഉമ്മു സുലൈം ബീവി സ്വർഗത്തിലെത്തിയത് അതിന്റെ പേരിലാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ഉമ്മു സുലൈം ബീവി ഇംറഅത്തി അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. കുഞ്ഞ് മരിച്ച ചരിത്രം ഞാൻ വിശദീകരിക്കല്ല. ആ കുഞ്ഞ് മരിച്ചു എന്ന് പോലും തന്റെ ഭർത്താവ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല കുട്ടി മരിച്ചു എന്ന്. ഭർത്താവ് ചോദിച്ചു, കുഞ്ഞെങ്ങനെയുണ്ട്? ഹുവ അഹ്ദഉ മിമ്മാ ഖാൻ. മുമ്പത്തേക്കാളും വളരെ ശാന്തനാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് ശ്വാസം മുട്ടുണ്ടായിരുന്നു, ഇപ്പൊ ശ്വാസവും പോലില്ല എന്നാണ് ബീവി ഉദ്ദേശിച്ചത്. ഭർത്താവ് വിചാരിച്ചു കുട്ടി ഉറങ്ങിയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അന്ന് ബൾബില്ല, സ്വിച്ചിട്ട് നോക്കിയാൽ കാണൂലല്ലോ, ഇരുട്ടാണ്, രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ശയിച്ചു, അവരൊരുമിച്ച് കിടന്നു. രാവിലെയാണ് ചോദിക്കുന്നത്, അബൂ തുൽഹ, നമ്മുടെ അയൽവാസികൾ എത്ര മോശക്കാരാന്നറിയോ? എന്തേ? അവർക്ക് അവരുടെ ഒരു അപ്പുറത്തുള്ള വീട്ടുകാരെ വായ്പ കൊടുത്തിട്ട് കുറേ കാലം അവരുടെ കയ്യിൽ വെച്ചിട്ട് ആ വായ്പ തിരിച്ചു ചോദിച്ചപ്പോൾ പറയാ ഞങ്ങൾ തരൂലാന്ന്. പടച്ചോനെ, വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കേ, അവർ വളരെ മോശമാണല്ലോ അല്ലേ? നിങ്ങൾ ഉറപ്പിച്ചില്ലേ മോശമാണെന്ന്? അതെ, ഞാനും സമ്മതിക്കുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതല്ല കേട്ടോ. നമുക്ക് അല്ലാഹു നൽകിയ മകൻ കാന ആരിയതൻ ഇൻദന, നമുക്ക് ഒരു വായ്പയായി അല്ലാഹു തന്ന മോനായിരുന്നു. എത്ര നേരത്തേക്ക് അല്ലാഹുവേ അറിയുള്ളൂ. 1 വയസ്സ് മരിക്കാം, 2 വയസ്സ്, 5, 6, 10, 12 ഒക്കെ ആവാം, 20 ആകാം, 25 ആവാം, 30 ആവാം, 40 ആകാം, മേലെയാവാം, താഴെയാവാം. അല്ലാഹു കൊണ്ടുപോയിരിക്കുന്നു. ഇതങ്ങ് പറഞ്ഞപ്പോ അബൂ തുൽഹ തങ്ങളുടെ മനസ്സ് പൊട്ടി. ആ ഉമ്മയുടെ സ്നേഹം, ഉമ്മയുടെ ഖൽബിൽ ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം എത്രയാണ്! ആ ഉമ്മാക്കൊരു കുഞ്ഞ് മരണപ്പെടുമ്പോ എത്ര വേദന കാണും! ആ വേദന ഇങ്ങനെ ഒരു പെണ്ണ് ക്ഷമിച്ചതിന്റെ ചരിത്രത്തിൽ വളരെ വളരെ വിരലെണ്ണാവുന്ന സംഭവങ്ങളെ ഇതിന് ചേർത്ത് വെക്കാനുള്ളൂ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്നോട് മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് പരാതിയുമായി അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പുണ്യനബിയുടെ മുമ്പിലേക്ക്, യാ റസൂലല്ലാഹ്, എന്റെ കുട്ടി മരിച്ചിട്ട് അവൾ എന്നോട് പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? നേരം വെളുത്തപ്പോ. ഞാനും അവളും ഒരുമിച്ച് ശയിച്ചവരാണ്. അവൾ എനിക്ക് ഭക്ഷണം തന്നു, നല്ല നിലയ്ക്ക് എന്നെ ട്രീറ്റ് ചെയ്തു. പക്ഷേ ഈ കാര്യം മറച്ചു വെച്ചു നബിയെ. ബറക്കല്ലാഹു ഫീ ലൈലതികുമാ, നിങ്ങളുടെ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആ രാത്രിയിൽ അവർക്ക് ജന്മം കൊണ്ട, അല്ലെങ്കിൽ ആ ഉമ്മ ഗർഭിണിയായി അവർ ജന്മം കൊടുത്തൊരു മോനുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബീ തുൽഹ റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ രാത്രിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ അബ്ദുല്ല എന്ന കുഞ്ഞിന് മധുരം കൊടുത്തത്, തഹ്നീക്ക് ചെയ്തത് പുണ്യനബിയാണ്, പേര് വിളിച്ചത് പുണ്യനബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് 7 മക്കളുണ്ടായി. 7 മക്കളും ഖദ് ഹഫിദൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കിയ ആലിമീങ്ങളായിരുന്നുവെന്ന് അൻസ്വാരികൾ പറയാറുണ്ട്. അള്ളാഹു നൽകിയ പ്രതിഫലമാണ്. അത് മാത്രമോ, സ്വർഗത്തിൽ ഞാനൊരു കാലൊച്ച കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോ ഫഇദ അന ബിറുമൈസ ഇംറഅതി അബീ തുൽഹ, അബൂ തുൽഹയുടെ ഭാര്യ റുമൈസ ബീവി എന്റെ പിറകിലുണ്ടായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണെന്നറിയോ? ഈ ഒരു മരണം തന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ ആ മരണവാർത്ത കൈമാറിയതിന് അള്ളാഹു നൽകിയ പ്രതിഫലമാണ്. ഇതൊക്കെ നമുക്ക് സാധ്യമാകുമോ? ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് കഴിയോ? കരയുമ്പോ ഉമ്മ പറയുന്നു നിങ്ങൾ വേദനിക്കല്ല എന്ന്, ഉമ്മ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ. അങ്ങനെ ഉണ്ടാകുമോ? മഹാന്മാരായ പണ്ഡിതന്മാർ ചില ചരിത്രങ്ങൾ പറയാറുണ്ട്. അതിൽ ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ട കഥ പറയുന്നുണ്ട്. മുഹമ്മദ് ഇബ്നു കഅബിൽ ഖുറളി എൻ്റെ അരികത്തേക്ക് വന്നു. ഫഅസ്സാനി, എന്നോട് പറഞ്ഞു, സാരല്ല മുഹമ്മദ് ഇബ്നു ഖാസിമെ, അദ്ദേഹം വല്ലാണ്ട് സ്നേഹിച്ച പെണ്ണാണ്. ആ പെണ്ണ് മരണപ്പെട്ടപ്പോഴാണ് പറഞ്ഞത്. പറഞ്ഞു, നീ വിഷമിക്കല്ല. ബനൂ ഇസ്രായേലിൽ ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ട്. മുഹമ്മദ് ഇബ്നു കഅബ് എന്നവരെ പറയാൻ, മുഹമ്മദ് ഇബ്നു കഅബിൽ ഖുറളി. ആ ബനൂ ഇസ്രായേലിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം ആബിദുമാണ്, ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ്.
അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹം സഹിക്കാൻ കഴിയാതെ വീടിനുള്ളിൽ വാതിലടച്ച് ഒറ്റയ്ക്കിരിപ്പാണ്. ആരോടും മിണ്ടില്ല, ആരോടും സംസാരിക്കില്ല, ആരോടും ഒന്നും മിണ്ടാതെ ഏകാന്തനായി കഴിയാ. ഒരൊറ്റ കാരണം, എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന്. വല്ലാത്തൊരു സ്നേഹമല്ലേ, വല്ലാത്ത സ്നേഹം. ഇന്ന് ഭാര്യമാരോട് സ്നേഹമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഭാര്യമാരോടുള്ള സ്നേഹമില്ല, അത് വഴിവിട്ടു പോകുന്ന സ്നേഹങ്ങൾ. സ്വന്തം വീട്ടിൽ കൊടുക്കേണ്ട സ്നേഹം നാട്ടുകാർക്കാണ് കൊടുക്കുന്നത്, വീട്ടിൽ കൊടുക്കുന്നില്ല. ഇതിന്റെ പരാതിയിലാണ് ഈ ഉമ്മത്ത്, മനുഷ്യ സമൂഹം തന്നെ കിടക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയാണ്. ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു മടുപ്പ്, കാമുകി എന്ന് പറയുമ്പോൾ ആവേശം, അങ്ങനത്തെ കാലമാണ്. തമാശകളും ജോക്കുകളും പറയുമ്പോൾ ഭാര്യ ഒരു ഭാരമാകുന്ന പോലെയുള്ള തമാശകൾ, ഭർത്താവ് ഒരു ഭാരമാകുന്ന പോലെയുള്ള ജോക്കുകൾ, അതിന് ചിരിക്കാനും ആളുണ്ട്. പക്ഷേ ഒരു ഭാര്യയും ഭർത്താവുമാകുമ്പോൾ ജീവിതകാലം ഒരുമിച്ച് ദുഃഖത്തിലും സങ്കടത്തിലും ഒരുപോലെ ചേർന്നു നിൽക്കാം എന്ന ഒരു ഉടമ്പടി ചെയ്ത ആളുകളാണ്. അവരെ അഭിനന്ദിക്കല്ലേ വേണ്ടത്. പക്ഷെ ഇന്ന് പറയാറെന്താണ്? ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു ചടപ്പ്, അത് ഭാര്യ എന്ന് പറഞ്ഞ മടുപ്പ്, അവളെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ശല്യം, അവള് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു, അവള് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവള് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പരാതിയാ പറയാ. സത്യത്തിൽ അതൊരു സ്നേഹമല്ലേ? ആ സ്നേഹം അവരാഗ്രഹിക്കുന്നു, നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കുന്ന ഒരു കുടുംബ ബന്ധം എത്ര മനോഹരമായിരിക്കും. ആ സ്നേഹബന്ധം നഷ്ടപ്പെടുന്നതിന്റെ വേദന അനുഭവിക്കുന്ന എത്രയോ സച്ചരിതരായ മഹതിമാരുണ്ട്. ആ വേദന, സ്നേഹം തന്റെ ഭാര്യ തനിക്ക് നൽകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന എത്രയോ സച്ചരിതരായ ഭർത്താക്കന്മാരും ഈ സമൂഹത്തിലുണ്ട്. വേദനയോടുകൂടെ പറയാം. നമ്മുടെ നാടുകളിലൊക്കെ പഴയകാലത്തെ SSLC ബാച്ചിന്റെ കൂട്ടായ്മ, പഴയകാലത്തെ 10ാം ക്ലാസ് കൂട്ടായ്മ, 12ാം ക്ലാസ് കൂട്ടായ്മ, 8ാം ക്ലാസ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴെന്നറിയോ 20-30 കൊല്ലം കഴിഞ്ഞു പോയ ക്ലാസ്മേറ്റുകളാണ്. അതിനൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല. ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങും ആദ്യം. ആ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങൾ എത്രയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കൂട്ടായ്മയിൽ അവർ ഒരുമിച്ച് കൂടുന്നു. സൗഹൃദം പഠിക്കുന്ന കാലത്ത്, വിദ്യാർത്ഥിനികളായിരിക്കുന്ന കാലത്തെ ഒരു സൗഹൃദമാണോ മനുഷ്യരായി വലുതായി വളർന്നു വന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കേണ്ട കുടുംബ ബന്ധങ്ങളിൽ പഴയകാലത്തെ പ്രേമവും പഴയകാലം കത്തെഴുതിയതും പഴയകാലത്തെ ആ ഒരു കുസൃതിയൊക്കെ പിന്നെ ഓർമ്മ വരികയാണ്. അപ്പൊ ചിലരെ കണ്ടുമുട്ടും. ചില പെൺകുട്ടികൾ വളരെ കഷ്ടപ്പെടുന്ന ജീവിതമായിരിക്കും, ചില ആൺകുട്ടികൾ വളരെ ഉഷാറായി കാണും. തന്റെ ഭർത്താവിനേക്കാളും അവൻ ഉഷാറായിട്ടുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറുകൾ കൈമാറുന്നു, ബന്ധങ്ങളാകുന്നു, പിന്നെ പ്രൈവറ്റ് ബന്ധങ്ങളാകുന്നു, പിന്നെ കുടുംബം നശിച്ചു പോകുന്നു. എത്ര സംഭവിക്കുന്നു, എത്ര! ഇത് പരീക്ഷണമാണ്. നമ്മൾ വിചാരിക്കും നല്ല സംഭവമാണെന്നല്ലേ. പുരുഷന്മാരും അന്യ സ്ത്രീകളും എന്ത് ബാച്ചാവട്ടെ, എന്ത് സ്കൂളാവട്ടെ, എന്ത് കോളേജിന്റെ പേരിലാവട്ടെ, അലുമിനി ആവട്ടെ, എന്ത് തന്നെയായിരുന്നാൽ തന്നെയും ശറഇന്റെ നിബന്ധനകളിൽ നിന്നുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ പാടുള്ളൂ. അന്യരുമായുള്ള കൂട്ടായ്മ ശറഅ് വിലക്കിയത് എന്തിനാണ്? നമ്മുടെ കുടുംബം നശിച്ചു പോകാതിരിക്കാനാണ്. അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും ഇവിടെ. കുടുംബ ബന്ധങ്ങൾ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ടായിരിക്കും ഇവിടെ. അവരോടല്ലേ നമ്മൾ പറയുന്നത്, അവർക്ക് ഹിസാബുഹും അലല്ലാഹ്, അവർ പടച്ചവനായിട്ടായിക്കോട്ടെ. പക്ഷേ അന്തസ്സോടെ, അഭിമാനത്തോടെ, ചാരിത്രശുദ്ധിയോടെ ജീവിക്കുന്ന കുടുംബിനികൾ ഇതുപോലത്തെ ഒത്തുചേരലുകളിൽ വ്യഭിചാരത്തിൽ വരെ ചെന്നുപെട്ട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എത്ര ദാരുണമായത്! ഈ സങ്കടം പിന്നെ എവിടെ കൊണ്ടുപോയി വെക്കുക? ഇതെങ്ങനെ പിന്നെ തിരുത്താൻ പറ്റുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിവാഹം ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ട് ഇവിടെ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹു പൊരുത്തപ്പെടുന്ന, തിന്മയിലേക്ക് പോകാതെ എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു കുടുംബിനി എനിക്ക് വേണം. പെൺകുട്ടികൾ അങ്ങനെ തന്നെയാ. ഒരു തിന്മയിലേക്ക്, ഒരു വ്യഭിചാരത്തിലേക്ക് എനിക്ക് പോകാതെ എന്നെ സംരക്ഷിക്കുന്ന ഒരു പുരുഷൻ എനിക്ക് ഭർത്താവായിട്ട് വേണം. ഈ ഒരു നീയത്തിലാണ് നിങ്ങൾ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അല്ലാഹു ഖൈറുൻ ഹാഫിള, അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കും. സ്നേഹം ഇല്ലായ്മയുടെ പ്രശ്നമല്ല ഇത്, സ്നേഹം വഴിമാറിപ്പോകുന്നതിന്റെ പ്രശ്നമാണ്. മുഹമ്മദ് ഇബ്നു ഖാസിം റഹിമഹുല്ലാ അവിടുത്തെ ഭാര്യ മരണപ്പെട്ടപ്പോൾ സങ്കടപ്പെട്ട് കരയാണ്. ആ കരച്ചിലിന് ആശ്വാസം കൊടുക്കാനാണ് മഹാനായ മുഹമ്മദ് ഇബ്നു കഅബിൽ ഖുറളി തങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹം ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു കഥ പറയുകയാണ്. അന്നത്തെ ഒരു ആലിമിന്റെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടപ്പോ അദ്ദേഹം വാതിലടച്ച് വീടിനുള്ളിൽ ആരോടും മിണ്ടാതിരിക്കാൻ ദിവസങ്ങളോളം
ആ മനുഷ്യനെ ഉണർത്തിയത്, ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു ഉമ്മയാണ്. ആ ഉമ്മ പറഞ്ഞു, ഈ മഹാപണ്ഡിതനോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം, ഒരു ഫത്വ ചോദിക്കാനുണ്ട്. ആ ഫത്വ അയാളോട് നേരിട്ട് തന്നെ എനിക്ക് ചോദിക്കണം. അവൾ നിർബന്ധിച്ചു. കൂട്ടുകാരൊക്കെ അറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു. എല്ലാവരോടും ഈ പെണ്ണ് ഒരൊറ്റ പറച്ചിൽ, ഇയാളൊരു ആലിമല്ലേ, പണ്ഡിതനല്ലേ, എനിക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കണം, എനിക്ക് മറുപടി അദ്ദേഹം തരണം, അതെനിക്ക് നേരിട്ട് ചോദിക്കും വേണം. ബനു ഇസ്രായേൽ നടന്നൊരു സംഭവം മഹാനായ മുഹമ്മദ് ബിൻ കഅബിൽ ഖുറദി തങ്ങൾ മുഹമ്മദ് ബിൻ ഖാസിം എന്നവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് അവസാനം അവൾക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ, ഫത്വ ചോദിക്കാനുള്ള അവസരമുണ്ടായി. ചോദിച്ചു, അസ്തഫ്തീക ഫീ അംർ, ചോദിച്ചു എന്താ വിഷയം. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു പെണ്ണിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ വായ്പ വാങ്ങിയിരുന്നു. ആഭരണങ്ങൾ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ധരിക്കുകയാണ്. ഇപ്പൊ അവള് പറയുന്നു, എന്റെ ആയുധം, എന്റെ ആഭരണം എനിക്ക് തിരിച്ചു വേണമെന്ന്, ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? പറഞ്ഞു, നഅം വല്ലാഹ്, തീർച്ചയായും നീ കൊടുക്കണം, നീ വായ്പ വാങ്ങിയതല്ലേ. ഇന്നഹു ഖദ് മഖസ ഇൻദി സമാനാ, ഒരുപാട് കാലം എന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ചില കച്ചവടക്കാരുണ്ട്, ചില വാടകക്ക് താമസിക്കുന്ന ആളുകളിലൊക്കെ ഇത് കേൾക്കാറുണ്ട്, ഈ തമാശകളൊക്കെ. വാടകക്ക് താമസിക്കണമെന്ന് അവർക്കും അറിയാം, വാടക റൂം കൊടുക്കുന്ന ആൾക്കും അറിയാം. 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പറയും, ഞാൻ ഇറങ്ങിത്തരൂല, അതിന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെ നിന്റെ വീടാവുക? വാടകക്ക് കയറിയത് വാടകയല്ലേ? കച്ചവടക്കാരൻ ഒഴിഞ്ഞു കൊടുക്കാതിരിക്കും, ഉടമസ്ഥന്മാർ ഒഴിയണം, ഞങ്ങൾക്ക് ഇത് പൊളിക്കണമെന്നോ മാറ്റണമെന്നോ വേറെ ആർക്കോ കൊടുക്കണമെന്നോ അവരുടെ എഗ്രിമെന്റ് പ്രകാരം അവർ സംസാരിക്കുമ്പോഴേ പറയും ഒഴിഞ്ഞു തരില്ല. പിന്നെ കുത്തിയിരിപ്പ് സമരമാണ്, പിന്നെ കേസാണ്. എങ്ങനെ അത് ചെയ്യാൻ പാടുണ്ടോ? വാടകക്ക് തന്നാൽ ആ ഉടമസ്ഥൻ പറയുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ദുന്യാവ് തന്നെ ഒരു വാടക വീടാ. സമയമായാൽ നമ്മളൊക്കെ പോകട്ടോ. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല ഈ ഭൂമിക്ക് മുകളിൽ. ഉണ്ടാവോ? നമ്മളൊക്കെ ഭൂമിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. ഇനി സെഞ്ചുറി അടിച്ച് ജീവിക്കാൻ മാത്രം ആയുസുള്ളവരുണ്ടെങ്കിൽ ബാക്കി ഉണ്ടായിരിക്കാം. അല്ലേ, നമ്മളൊക്കെ ഭൂമിന്റെ ഉള്ളിലായിരിക്കും. അന്ന് വേറെ കുറെ ആളുകൾ ഈ ഭൂമിന്റെ മുകളിൽ വന്ന് ഇങ്ങനെ അതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അന്ന് കേൾക്കാൻ വരുന്നവരും പറയാൻ വരുന്നവരും ഇന്നുള്ള ഒരാളും അന്നുണ്ടാവില്ല. നമ്മളൊക്കെ വാടക കൊഴിഞ്ഞു കൊടുത്ത് ഈ വാടക ഭൂമി അന്ന് ഇവിടെ ഉണ്ടാകും, അള്ളാഹുവിന്റെ ഭൂമി. ഇവിടെ വേറെ ചില ആളുകളാണ്, നമ്മൾ ആ സമയം കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കാൻ വന്നവരാണ്. യാ അള്ളാഹ്, ആർക്കാണത് തോന്നാറുള്ളത്? ആർക്കാ തോന്നാറുള്ളത്? ഇന്ന് പിന്നെ എനിക്ക് വടക്കാങ്കര ഒരു സ്ഥലത്ത് പോവേണ്ടി വന്നു. നമ്മുടെ നാസർ ശിഹാബ് തങ്ങളുടെയും അതുപോലെ തന്നെ അയ്യൂബ് സഖാഫി ഉസ്താദിന്റെയും, പുല്ലൂർ മുദരിസ് അയ്യൂബ് സഖാഫി ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനം വരുന്നുണ്ട്. അതിന്റെ കൗതുകം എന്താന്ന് വെച്ചാൽ, ഒരു നല്ലൊരു മനുഷ്യൻ അബൂബക്കർ ഹാജി എന്ന് പറയും, അദ്ദേഹം അയ്യൂബ് സഖാഫി ഉസ്താദിനോട് വന്ന് പറയാ, എനിക്ക് ദുന്യാവിൽ അൽഹംദുലില്ലാഹ് കച്ചവടം, കാര്യം, ബിസിനസ് ഒക്കെ ഉണ്ട്, എനിക്ക് ആഖിറത്തിലേക്കൊരു കാര്യം ചെയ്യണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, നമുക്ക് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഹിഫ്ദുൽ ഖുർആൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒറ്റടിക്ക് അതിനുള്ള സ്ഥലവും ബിൽഡിങ്ങും ഞാൻ ഉണ്ടാക്കിത്തരാം. അപ്പൊ സ്ഥലം കാണാൻ ചെന്ന് നോക്കുമ്പോൾ ഇച്ചിരി സൗകര്യക്കുറവ് തോന്നി. അപ്പൊ വേറൊരു സൗകര്യമുള്ള സ്ഥലം ഉണ്ടെന്ന് ഞാൻ അവരോട് ചോദിക്കാം, അവരത് ഒരുപക്ഷെ നമുക്ക് അവരിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാം. നമുക്ക് വടക്കാങ്കര പഞ്ചായത്തിന്റെ മഹലിന്റെ ഒരു ഭാഗത്താണ് ആ സ്ഥലം. 3 പാവപ്പെട്ട മനുഷ്യന്മാരുടെ സ്ഥലമാണ്. അത്ഭുതം എന്ന് പറയാ, അവരുടെ വാപ്പയിൽ നിന്ന് അവർക്ക് തിരിച്ചു കിട്ടിയ, അനന്തരം കിട്ടിയ 80 സെന്റ്. ആ 80 സെന്റ് 3 പേരും എന്നാണ് എൻ്റെ ഓർമ്മ, 3 ആളോ 4 ആളോ അതിൻ്റെ അവകാശികളുണ്ട്. 3 പേരും പറഞ്ഞു, ഞങ്ങൾ ഇത് പൈസക്കല്ല, ഇത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി ഫ്രീ ആക്കി തരികയാണ്. അപ്പൊ ഇപ്പുറത്തൊരു 30 സെന്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാക്കാര ഭൂമിയൊക്കെ എടുത്തു, എൻ്റെ ഭൂമി നിങ്ങൾ എടുക്കൂലേ എന്ന് ചോദിച്ചു. സെന്റിന് 2-3 ലക്ഷം 4 ലക്ഷം കിട്ടുന്ന സ്ഥലമാണിത് കേട്ടോ, റോഡിന്റെ മെയിൻ സൈഡാണ്. എന്റെ ഭൂമി നിങ്ങൾ എടുക്കൂലേ എന്ന് ചോദിച്ചു വരികയാണ്. ഈ സാധുക്കൾക്ക് വേറെ ഒരു വരുമാനമല്ല. നമ്മൾ വിചാരിക്കും ഒരേ സ്വത്തുള്ള ഭൂവുടമകൾ കുറച്ച് കൊടുത്താന്ന്. അല്ല, ഇവർക്ക് ഇതേ ഉള്ളൂ. സാധാരണക്കാരാ. അതിൽ ഒരാൾ ഉസ്താദ് കൂടിയാണ്. അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി കൊടുത്തു. അപ്പൊ അദ്ദേഹം പറയാം, എന്റെ ഭൂമി ഇച്ചിരി ബാക്കിലാണ്, അത് നിങ്ങൾ എടുക്കൂലേ? അവനെടുക്കാം. ആ ഒരു 30 കൂടി ചേർത്തപ്പോഴാണ് ഇത് 80 ആയത്. സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, എന്തോ ഒരു നല്ല മനുഷ്യന്മാർ, സാധാരണക്കാര്, അവരുടെ കുടുംബമടക്കം എല്ലാവരും സമ്മതത്തോടുകൂടെ അള്ളാഹിന്റെ കലാം പഠിക്കാൻ ഇങ്ങനൊരു സംവിധാനമുണ്ടെങ്കിൽ ഞങ്ങളിത് തരികയാണ്.
സുബ്ഹാനല്ലാഹ്. അവിടെ ഇനി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ഹിഫ്ളും അയ്യൂബ് സഖാഫി ഉസ്താദിന്റെ പുല്ലൂർ നടക്കുന്ന ദർസൊക്കെ അവിടെ ഒരു വലിയൊരു സംവിധാനത്തിൽ ഇനി ഉള്ള കാലം അവിടെ ദർസ് നടത്തണം. നമ്മുടെ പാരമ്പര്യ ദർസ് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണം. അവിടെ ഒരു മസ്ജിദുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ സൗകര്യപ്പെടുത്തി വലിയൊരു സംവിധാനമാകാൻ അവർ നിയത്ത് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ഈ ഭൂമി 80 സെന്റ് സ്ഥലം പാവപ്പെട്ട 3 ആളുകൾ കൊടുത്തു എന്ന് പറഞ്ഞ അത്ഭുതം എനിക്കിപ്പോഴും. ഞാൻ അവരെ കണ്ടു, അവരെ എല്ലാവരെയും കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ദുആ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. യാ അല്ലാഹ്, അല്ലാഹുവേ നീ കബൂലാക്കണേ പടച്ചോനെ, റബ്ബേ നീ സ്വീകരിക്കണേ റബ്ബേ. ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു വാടക ഭൂമിയാണെന്ന് തിരിച്ചറിയുന്നൊരു മുഅ്മിനിനെ അത് ചെയ്യാൻ കഴിയും. നമ്മൾ അരസന്റെ ഭൂമി ഉമ്മാൻ്റെ ഇങ്ങോട്ട് കിട്ടിയില്ല, പെങ്ങളിരുന്ന് ഇങ്ങോട്ട് വലിച്ചു കിട്ടിയിട്ടില്ല, മറ്റേ ജ്യേഷ്ഠന് ഇത് അടിച്ചു മാറ്റി, ഇത് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ കച്ചറകളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? ആ ഭൂമി എനിക്ക് വേണം, ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞ് നടക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ദീനിനല്ലേ നിങ്ങൾ എടുത്തോളൂ, ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഒരു ഫിൽസും. ഇത് അവർക്കാകെയുള്ള ഭൂമിയാ. ഇത് കൊടുത്താൽ പിന്നെ വേറെ ഒരു വരുമാനം അവർക്കില്ല. അവരിയ്ക്കുന്ന ചെറിയൊരു വീടേ ഉള്ളൂ. പക്ഷേ യാ അല്ലാഹ്, കോടികൾ വിലമതിക്കുന്ന ആ ഒരു സ്ഥലം പടച്ച തമ്പുരാന് വേണ്ടി ദാനം ചെയ്യാൻ മാത്രം ഈമാനുള്ള സജ്ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് ഈ ഉമ്മത്തിന്റെ വലിയൊരു നന്മയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ഈമാനുള്ള ആളുകളെ കൊണ്ടാണ് ഈ ഉമ്മത്തിന് മഴ തരുന്നതും ഇവിടെ നന്മ വർഷിക്കുന്നതും. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കാലിനടിയിൽ നിന്ന് ഭൂമി ഇളകാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹു ഉടനടി ശിക്ഷ തരാതിരിക്കുന്നതും ഇത്തരം സജ്ജനങ്ങളുടെ സാന്നിധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ്. മുഹമ്മദ് ബിൻ വാസിഅ് അൽ അസ്ദി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ അയാളെ കൊണ്ട് അല്ലാഹു സംരക്ഷണം നൽകുമെന്ന്. ഏതായിരുന്നാലും ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. മുഹമ്മദ് ബിൻ കഅബിൽ ഖുറദി ആ ഒരു ചരിത്രം പറയാണ്. ബനു ഇസ്രായേലുകളിൽപ്പെട്ടൊരു പെണ്ണ് വന്ന് പറഞ്ഞത്, എന്റെ കയ്യിൽ വർഷങ്ങളോളം നിന്ന ആഭരണമാണ്, എന്നാലും തിരിച്ചു കൊടുക്കണോ? അപ്പൊ വീടിനുള്ളിൽ ഭാര്യ മരിച്ചിട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന ഈ മനുഷ്യന്റെ മറുപടി, അദ്ദേഹം ആലിമാൻ, നിർബന്ധമായും നിങ്ങൾ തിരിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് കാലം നിങ്ങൾ അത് ഉപയോഗിച്ചതല്ലേ, നിർബന്ധമായും നിങ്ങൾ കൊണ്ടു കൊടുക്കണം. അപ്പോഴാണ് ആ പെണ്ണ് ചോദിച്ചത്, യർഹമുക്കല്ലാഹ്, അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യട്ടെ. അഫതഅസഫു അലാ മാ ആറകല്ലാഹു സുമ്മ ഖദഹു മിൻക, അല്ലാഹു നിങ്ങൾക്ക് ദാനമായി തന്നത് അല്ലാഹു തിരിച്ചെടുത്തതിലാണോ നിങ്ങൾ സങ്കടപ്പെട്ട് കരയുന്നത്? നിങ്ങളുടെ ഭാര്യ പോയതിലാണോ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത്? നിങ്ങളുടെ ഭാര്യ പോയതിലാണോ ഈ സങ്കടപ്പെടുന്നത്? അല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു വായ്പയായിരുന്നില്ലേ അത്? കുറെ കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചു, ശരിയാണ്. എത്ര കാലം കൂടെ കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് വായ്പയാണെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? അത് അല്ലാഹുവിന്റെ ആരിയത്തുൻ ലില്ലാഹ്, നമ്മുടെ കൈകളിലുള്ളത് നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ എല്ലാം അല്ലാഹു തന്നതാണ്, അല്ലാഹുലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ആ ഫഅബ്സർ മാ കാന ഫീ, കണ്ണിന് അദ്ദേഹത്തിന് കാഴ്ച കിട്ടിയത് അപ്പോഴാ. പടച്ചവനെ, ഇങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നിയില്ലല്ലോ. നമുക്കൊക്കെ സങ്കടം വരും. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെ മരിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ വേദന വരും, തീർച്ചയാണ്, ഒരു സംശയമില്ല. പക്ഷേ പടച്ചവനെ, നീ ഖൈറിലേക്ക് എൻ്റെ ഉമ്മയും ഉപ്പയാക്കി കൊടുക്കണേ, അവർക്ക് നീ ഖൈറ് ചെയ്യണമേ. അവർ നല്ലവരായി ജീവിച്ചിരുന്ന ആളുകളാണ്. ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല, സങ്കടം കാണും. പക്ഷേ അവര് പോകുന്നത് നമ്മളെക്കാളും ഖൈറായ ഒരു വീട്ടിലേക്കാണ്. നമ്മുടെ വീടിനേക്കാളും സൗകര്യമുള്ള ഒരു വീടായിരിക്കും ഖബർ. പിന്നെ എന്തിന് നമ്മൾ വിഷമിക്കണം? നമ്മൾ വീട്ടിൽ നിന്ന് എന്തൊക്കെ ഒരു ഏസിയല്ലേ വെച്ചെടുക്കാൻ പറ്റൂ? അള്ളാഹുവിനെ സ്വർഗം തുറന്നു കാണിക്കാൻ പറ്റും ഖബറിലേക്ക്. അതല്ലേ അവർക്ക് ഉത്തമം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറിടം അള്ളാഹുവെ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാന ജല്ല ജലാലു. ഉമർ ഇബ്നു ദർറുൽ ഹമദാനി, ഉമർ ഇബ്നു ദർറുൽ ഹമദാനി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ താബിഈയാണ്. യാ അല്ലാഹ്, അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, വല്ലാത്ത സ്നേഹമുള്ള മോനാണ്. ആ മോൻ മരണപ്പെട്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഉമർ ഇബ്നു ദർറുൽ ഹമദാനി ഇപ്പോ വേദനിച്ച് കരയും. അദ്ദേഹം പൊട്ടിക്കരയും. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. മകൻ മരിച്ചത് വാപ്പയോട് എങ്ങനെയാ പറയാ? വിഷമിച്ചുകൊണ്ട് അവര് വന്നു വാപ്പയോട് പറയാൻ, ഉമർ ഇബ്നു ദർറുൽ ഹമദാനി തങ്ങളോട്, നിങ്ങളുടെ മോൻ ദർ മരിച്ചിരിക്കുകയാണ്. യാ അല്ലാഹ്, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. റഹിമക്കല്ലാഹു യാ ബുനയ്യ
എൻ്റെ മോനെ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ജീവിതത്തിൽ നമുക്കിതൊക്കെ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ. മോനെ മണ്ണിലേക്ക് വെച്ച് മറമാടി കഴിഞ്ഞതിന് ശേഷം മഹാനാം മോന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് പറഞ്ഞ ചില വരികൾ ചരിത്രം രേഖപ്പെടുത്തി. റഹിമക്കല്ലാഹു യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വല്ലാഹി ലഖദ് കുൻത ബീ ബാറ, നീ എന്നോട് ഗുണം ചെയ്ത മോനായിരുന്നുവല്ലോ. വലഖദ് കുൻതു അലൈക ഹദബാ വമാ ബി ഇലൈക മിൻ വഹ്ശ, മോനെ നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയ വാപ്പയാണ് ഞാൻ, നീ എന്നോട് ബഹുമാനത്തോടെ പെരുമാറിയ മോനാണ്. വമാ ബി ഇലൈക മിൻ വഹ്ശത്തിൻ, നീ എന്നോട് യാത്ര പിരിഞ്ഞു പോയതിൽ നിന്നോട് എനിക്ക് സങ്കടമില്ല മോനെ, എനിക്ക് വിഷമമില്ല. വമാ ഇലാ അഹദിൻ ബഅദല്ലാഹി ഫാഖ, എന്റെ ദാരിദ്ര്യം ഞാൻ അള്ളാഹുവിനോട് ബോധിപ്പിക്കുകയാണ്. മാ ദഹബ്ത ലനാ ബിഇസ്സിൻ, നീ മരണപ്പെട്ടത് കൊണ്ട് നമ്മുടെ അഭിമാനം പോയിട്ടുണ്ടോ? ഇല്ല. വലാ ബഖൈത അലൈനാ മിൻ ദാലിക്, നീ ഞങ്ങൾക്ക് ഇസ്സത്ത് തന്നിട്ടാണോ പോകുന്നത്? അതുമല്ല, ഇതെല്ലാം നൽകുന്നതും എടുക്കുന്നതും അല്ലാഹുവല്ലേ. വലഖദ് ശഗലനിൽ ഹുസ്നു ലക അനിൽ ഹുസ്നി അലൈക്, മോനെ നിന്നെക്കുറിച്ചുള്ള സങ്കടമാണ് എനിക്കുള്ളത്, നിന്റെ മേലിലുള്ള സങ്കടമല്ല. നിനക്കെന്താണ് അവിടെ ഖബറിൽ സംഭവിക്കുന്നത് അത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. നീ പോയതിലെ സങ്കടമല്ല, നിന്റെ ജീവിതം നാളെ ഖബറിൽ എന്താണ് ഇതോർക്കുന്ന വാപ്പയാണിത്. യാ ദർ, ദർ എന്ന മോനെ, ലൗലാ ഹൗലുൽ മത്ലഇ വമഹ്ശരി, ഖിയാമത്ത് നാളിലേക്ക് പോകണം, അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്ന ഒരു ബോധമുണ്ടായതിന്റെ പേരിലാണ്. അല്ലായിരുന്നെങ്കിൽ ലതമന്നൈതു മാ സുർത ഇലൈ, നിന്റെ കൂടെ മരിക്കാൻ ആഗ്രഹമുള്ള വാപ്പയാണ് ഞാൻ. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ പാടില്ലല്ലോ, അത് ചെയ്യാൻ പാടില്ലല്ലോ. ഫലൈത ശിഅരി യാ ദറു മാ ഖീല ലക് വമാദാ ഫഅൽത്, മോനെ ഖബറിനുള്ളിൽ എന്തൊക്കെയാണ് നിന്നോട് പറയപ്പെട്ടത്? മുൻകർ നക്കീർ അലൈഹിമുസ്സലാം എന്തൊക്കെയാണ് നിന്നോട് ചോദിച്ചത്? അതിൽ എത്രയൊക്കെയാണ് നിനക്ക് മറുപടി പറയാൻ കഴിഞ്ഞത്? നീ എന്തൊക്കെയാണ് അവിടെ ചെയ്തത്? നിനക്ക് മറുപടി കൊടുക്കാനായോ? ഇതൊക്കെ അറിയാൻ വാപ്പയായ ഉമർ ഇബ്നു ദർറിന് ആഗ്രഹമുണ്ട് മോനെ എന്ന് മഹാനായ അല്ലാമ ഉമറുൽ ഹമദാനി തങ്ങള് മോനെ നോക്കി ഇങ്ങനെ പറയാ, ഖബറിലേക്ക് നോക്കിയിട്ട്. ഇവിടെ പറയുന്ന വാക്കുകളിൽ വലിയൊരു മനോഹരമായ വാക്ക്, കുൻത ബീ ബാറ, മോനെ നീ എന്നോട് ഗുണം ചെയ്തൊരു വാപ്പയായിരുന്നു മോനെ. നമ്മുടെ വാപ്പമാർ മരിച്ചുപോയവർ ഒന്ന് ജീവിച്ചു വരികയാണെങ്കിൽ അവർ നമ്മളെപ്പറ്റി അങ്ങനെ പറയോ? നീ എനിക്ക് ഉപകാരം ചെയ്ത മോനായിരുന്നു. നമ്മൾ പറയാം അത് ഏട്ടൻ്റെ പണിയല്ലേ, ഏട്ടൻ നോക്കിക്കോളും. വാപ്പാനിമാരെ നോക്കല് ജ്യേഷ്ഠന്മാരെ പണിയാണ്. അഞ്ചന്മാർ പിന്നെ തറവാട് കയ്യിലാക്കിയത് അഞ്ചന്മാർ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ഇടയ്ക്കുള്ളവർ ഓരോർക്കും വേണ്ടി ജീവിക്കുക. ഈ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടിൽ ഉമ്മവാപ്പമാരുടെ സംരക്ഷണം ആരേറ്റെടുക്കണം? എല്ലാ മക്കൾക്കും ഉത്തരവാദിത്വമല്ലേ അത്? പ്രായമാകുന്ന സമയത്ത് മാതാപിതാക്കളെ തട്ടിക്കളിക്കുന്നൊരു കാലമുണ്ട്. പെങ്ങളുടെ അടുത്ത് പോയി നിന്നോട്ടെ, ഏട്ടൻ്റെ അടുത്ത് നിന്നോട്ടെ, അനുജന്റെ അടുത്ത് നിന്നോട്ടെ, എളാപ്പാന്റെ തറവാട്ടിൽ നിന്നോട്ടെ. നിങ്ങൾക്ക് നോക്കാൻ കഴിയോ? നിങ്ങൾക്ക് സ്വർഗമാണ്. നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയോ? നിങ്ങൾക്ക് സ്വർഗം. ആ സ്വർഗമാണ് നമ്മൾ തട്ടിക്കളിക്കണത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. മിമ്പറിൽ കയറി പുണ്യനബി ദുആ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്തത് ജിബ്രീൽ അലൈഹിസ്സലാം. നബി തങ്ങൾ ആമീൻ പറഞ്ഞു. 3 ആമീൻ. ആ 3 ആമീനിൽ ഒരു ആമീൻ ആരാണ്? ഏത് വിഷയത്തിലാണ്? മാതാപിതാക്കളുടെ വിഷയത്തിലാണ്. മൻ വജദ അബവൈഹി, സ്വന്തം മാതാപിതാക്കളിൽ ഒരാളെയോ രണ്ടാളെയോ വാർദ്ധക്യ സമയത്ത് പരിപാലിക്കാൻ അവസരമുണ്ടായ ഒരു മോന് അല്ലെങ്കിൽ ഒരു മോള്, അവർ രണ്ടുപേരെയും നോക്കാതെ പരിചരിക്കാതെ, ഒരു പക്ഷെ അവര് ചിരി നാവിന് ചിരി വർത്തമാനം കൂടുതലുള്ളവരോ, ചീത്ത വിളിക്കുന്നവരോ, ദേഷ്യപ്പെടുന്നവരോ, പറഞ്ഞു തന്നെ പിന്നെയും പറയുന്നവരോ, വൃത്തിയായി കൊണ്ടു നടക്കാനൊന്നും അവർക്കറിയില്ല ചിലപ്പോ. അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ നിന്റെ ഉപ്പയാണ്, നിന്റെ ഉമ്മയാണ്. ആ ഉമ്മയെ സംരക്ഷിക്കേണ്ട ഒരവസരമുണ്ടായിട്ട് ഫലം യുദ്ഖിലാഹുൽ ജന്ന, മാതാപിതാക്കളെ നോക്കിയാൽ സ്വർഗം കിട്ടുമായിരുന്നു. എന്നിട്ട് സ്വന്തം മാതാവോ പിതാവോ വാർദ്ധക്യ സമയത്ത് തൻ്റെ കൂടെ ജീവിച്ചിട്ട് അവർക്ക് സേവനം ചെയ്ത് സ്വർഗം വാങ്ങാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ നിന്ന് അയാളെ നീ ദൂരത്താക്കേണമേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മദീന പള്ളിയുടെ മിമ്പറിൽ വന്ന് ദുആ ചെയ്യുമ്പോൾ നബിയേ നിങ്ങൾ ആമീൻ പറയണേ. ഫഖാല ആമീൻ.
സയ്യിദുൽ മലായിക ദുആ ചെയ്യുന്നു. സയ്യിദുൽ അംബിയാ സയ്യിദുൽ ഖൽഖ് ആമീൻ പറയുന്നു. ദുആ ചെയ്തതൊരു മഹാൻ, ആമീൻ പറഞ്ഞത് അതിലും വലിയ മഹാൻ. ഈ ദുആ ലോകത്ത് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ദുആയാണ് അല്ലാഹു സ്വീകരിക്കുക? നിങ്ങൾ പറയും. ഇതിനപ്പുറം ഒരു ദുആ ഉണ്ടോ? ബാക്കി രണ്ടെണ്ണം, ഒന്ന് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ചാണ്, മറ്റൊന്ന് റമളാനിനെ കുറിച്ചാണ്. നമ്മൾ റജബിൽ എത്തിക്കഴിഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണേ, റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ. അല്ലാഹുമ്മ സല്ലിം റമളാന ലനാ വസല്ലിംഹു ലനാ വതസല്ലംഹു മിന്നാ. അല്ലാഹുവേ, ഞങ്ങൾ റമളാനിലേക്ക് സുരക്ഷിതമായി എത്തിക്കണമേ എന്ന് ദുആ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൻ അദ്റകഹു റമളാൻ ഫലം യുഗ്ഫർ ലഹു. റമളാൻ വന്നിട്ടും എല്ലാ കുരുത്തക്കേടും നിർത്തിവെച്ച്, മൊബൈൽ കളിയൊക്കെ നിർത്തിവെച്ച് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങി കരഞ്ഞ്, പടച്ചവനെ നീ എന്നെ സ്വീകരിക്കണേ എന്ന് ദുആയിരക്കാൻ ഭാഗ്യം കിട്ടാതെ റമളാൻ കഴിഞ്ഞു പോകുമ്പോഴും പാപിയായി മാറുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവേ നീ അവനെ റഹ്മത്തിൽ ദൂരെ റഗീമ അൻഫു, ആ മനുഷ്യന് ഒന്നും ഗുണം പിടിക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആയാണ്. അതിന് പുണ്യനബി പറഞ്ഞു ആമീൻ. മദീനയുടെ മിമ്പറിന്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തങ്ങൾ പറഞ്ഞതാണ്. പിന്നൊന്ന്, അങ്ങയുടെ പേര് പറയപ്പെടുന്ന നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടിയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു അവരെ ദൂരെയാക്കട്ടെ. എത്ര എളുപ്പമുള്ള വിഷയം സ്വലാത്ത് ചൊല്ലാൻ. നമ്മുടെ മടി കൊണ്ട് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വലാത്ത്, ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലാൻ മടിയുള്ള ആളുകൾക്ക് അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ നിന്ന് അവരെ ദൂരെയാവട്ടെ എന്ന് പറയുമ്പോ ആമീൻ എന്ന് പുണ്യ നബിയോട് ആമീൻ പറയാൻ പറഞ്ഞു. അമ്മിൻ തങ്ങൾ പറഞ്ഞു ഖാല ആമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, ഏറ്റവും വലിയൊരു ദുആ മാതാപിതാക്കളുമായി, റമളാനുമായി, പുണ്യനബിയുടെ സ്വലാത്തുമായി, ഈ മൂന്ന് കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത്രയും പ്രാധാന്യമുള്ള വിഷയമാണ്. അത് നമ്മൾ മറന്നു പോവല്ലേ. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മുടെയും പുണ്യ ഹബീബിന്റെയും ആത്മാവുമായി, റൂഹുമായുള്ള ഒരു ആത്മീയ ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടും. മറ്റൊന്ന് നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞാൽ മൗസിമുൽ ഖൈറാത്തുമായുള്ള ബന്ധമാണ്, നന്മയുടെ വസന്തവുമായുള്ള ബന്ധമാണ്, റമളാനുമായുള്ള ബന്ധമാണ്. റമളാൻ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു ദർറുൽ ഹമദാനി തങ്ങളെ സ്വന്തം മോൻ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് പറയുന്ന വാക്കാണ്, മോനെ ഖദ് കുൻത ബി ബാറ, നീ എന്നോട് ഗുണം ചെയ്ത മോനായിരുന്നു മോനെ, നിന്നെക്കുറിച്ച് വാപ്പാക്കൊരു പരാതിയും അല്ലാഹുവിനോട് പറയാനില്ല. അല്ലാഹുമ്മ ദുആയിരക്കാണ്, അല്ലാഹുമ്മ ഇന്നക വഅദ്തനി സവാബ ബിസ്സബ്രി അലാ ദർ, അല്ലാഹുവേ എൻ്റെ മോൻ ദർ മരണപ്പെട്ടതിന് ക്ഷമിച്ചാൽ കൂലി തരുമെന്ന് നീ പറഞ്ഞില്ലേ. അല്ലാഹുമ്മ ഫഅലാ ദർരിൻ സ്വലവാതുക വറഹ്മതുക, നിന്റെ രക്ഷയും നിന്റെ കരുണയും എൻ്റെ മോൻ ദർറിനുണ്ടാവണേ. അല്ലാഹുമ്മ ഇന്നി ഖദ് വഹബ്തു മാ ജഅൽത ലീ മിൻ അജ്രിൻ അലാ ദർരിൻ ലിദർരിൻ സുലതൻ മിന്നി. പടച്ചവനെ, എൻ്റെ മോൻ മരിച്ചപ്പോൾ ഞാൻ ക്ഷമിക്കാൻ, ആ ക്ഷമിച്ചതിന് കൂലി തരൂലേ, ആ കൂലി എൻ്റെ മോൻ ദർറിന് കൊടുക്ക റബ്ബേ, കാരണം അവൻ എനിക്ക് ഗുണം ചെയ്ത മോനാണ്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഇങ്ങനെ ദുആ ചെയ്യണേ. എന്തെങ്കിലും ഒരു തെറ്റവരുന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം അവർക്ക് മാപ്പ് കൊടുക്കിൻ. അവർക്ക് നിങ്ങളല്ലാതെ ആരാണ് നിങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ളത്? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വിഷയമല്ലേ, നിങ്ങളുടെ മക്കളല്ലേ, മക്കൾക്ക് നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണ്ടേ? അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കിൻ. മക്കള് മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കിൻ. മാതാപിതാക്കൾ അത് കൊടുക്കാതിരിക്കല്ലേ. ഖൽബിനുള്ളിൽ കിടക്കുന്ന എല്ലാ വിഷമങ്ങളും, ഖൽബിനുള്ളിൽ കട്ടയായി കിടക്കുന്ന ചില വേദനകൾ ഉണ്ടാകും. ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, മാതാപിതാക്കൾക്ക്, മക്കളോട്, മക്കൾക്ക് അങ്ങോട്ട് എല്ലാം ഉരിഞ്ഞ് ഇല്ലാതെയായി കഴുകി ശുദ്ധിയായി നമ്മുടെ ഖൽബുകളെ നന്നാക്കി വെക്കിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു കൊടുക്കിൻ. വിഷമങ്ങളില്ലാതിരിക്കട്ടെ. മക്കൾക്ക് വേണ്ടി, ഖൈറിന് വേണ്ടി ദുആ ചെയ്യിൻ. അല്ലാഹുവേ, എൻ്റെ മോൻ ദർറിന് കൊടുക്കണേ, നീ എനിക്ക് നൽകാൻ വിചാരിച്ച നിന്റെ തീരുമാനത്തിലുള്ള നിന്റെ പ്രതിഫലം എനിക്ക് വേണ്ട റബ്ബേ, എൻ്റെ മോൻ ദർറിന് കൊടുക്കണേ. സുലതൻ മിന്നി, അതെന്റെ മോനോട് ഞാൻ ചെയ്യുന്നൊരു കടപ്പാടാണ്. നോക്കണേ, എന്തൊരു നല്ല വാപ്പയാണത്. ഫതജാവസ് അൻഹു, അല്ലാഹു എൻ്റെ മോന് നീ മാപ്പ് കൊടുക്കണേ. ഫഇന്നക അർഹമു ബിഹി മിന്നി വഅക്റം, എന്നെക്കാളും റഹ്മത്ത് ചെയ്യാനും എന്നെക്കാളും കരുണ ചെയ്യാനും ഔദാര്യം ചെയ്യാനും നിനക്കാണ് കഴിവുള്ളത്. എന്നിട്ട് മഹാനവറുകളുടെ എഴുന്നേറ്റ് പോരാണ്. പറയുന്നു, യാ ദർ ഖദിൻ സറഫ്നാ, ദർ എന്ന മോനെ, ഞങ്ങൾ ഇവിടുന്ന് പോരുകയാണ് മോനെ.
ഞങ്ങൾ ഇവിടെ നിന്റെ കൂടെ ഖബറിൽ കിടന്നാൽ പോലും വലൗ അഖംനാ മാ നഫഅനാക്, ഞങ്ങൾ നിന്റെ കൂടെ ഇവിടെ തന്നെ പള്ളിക്കാട്ടിൽ ഇരുന്നു എന്ന് വിചാരിക്കുക, ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല, ഞങ്ങൾ പോവാണ്. അതുകൊണ്ട് മോനെ നീ ഒറ്റക്കാണെന്ന് വിഷമിക്കല്ലേ, അള്ളാഹു നിനക്ക് കൂട്ടിനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ആശ്വാസം കൊണ്ട ഒരു വാപ്പയാണ് ഉമർ ഇബ്നു ദർറുൽ ഹമദാനി. അവിടെ വാപ്പയുടെ പേര് ദർറെന്ന ആ പേരാണ് മോനിട്ടത്. അബൂദർ ഉമർ ഇബ്നു ദർറുൽ ഹമദാനി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. ഇത് എത്ര വലിയ ക്ഷമയുടെ ഉദാഹരണമാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു മാതാവും അങ്ങനത്തെ ഒരു പിതാവും അങ്ങനത്തെ ഒരു മക്കളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. യാ റബ്ബ് യാ റബ്ബ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായി കിടക്കുന്ന ഒരു ഉമ്മയുടെ അരികത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പെണ്ണ് രോഗത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. പനിയാണ്. ഇപ്പൊ പറയില്ലേ ഒരു ലക്ഷണം കെട്ട പനി, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പനി ഉണ്ടാവുമ്പോൾ എനിക്കിപ്പോൾ കോൾഡ് ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ പനി ഉണ്ടാവും, കോൾഡ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് ആ ഒരു അസുഖം വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്തോ ഒരു ദേഷ്യവും എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥതയും ഒരു ക്ഷമ കുറവൊക്കെ വരും, സ്വാഭാവികമാണ്. പക്ഷെ വരരുതേ, ഒരിക്കലും വരരുത്. അതിലൊരിക്കലും നമ്മുടെ റബ്ബിനെ നമ്മൾ ഒരിക്കലും പരാതി അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയരുത്. അള്ളാഹുവിനോട് നമുക്ക് ശക്വ പറയാം, പക്ഷെ അള്ളാഹുവിനെ പറ്റി പരാതി പറയരുത്. അള്ളാഹുവിന്റെ ഹബീബ് ആ ഉമ്മയുടെ അരികത്ത് ചെല്ലുമ്പോൾ ആ ഉമ്മ വല്ലാണ്ട് ചീത്ത പറയുന്നുണ്ട്. അസുഖത്തെ, പനിയായിരുന്നു, വല്ലാണ്ട് ചീത്ത പറയുന്നുണ്ട്. ഇന്നഹാ തുദ്ഹിബു ഖതായാ ബനി ആദം കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്. ഉമ്മ ചീത്ത പറയണ്ട ഉമ്മ. കൊല്ലന്മാർ ഇരുമ്പ് നന്നാക്കുമ്പോ ഇരുമ്പ് ചൂടാക്കിയെടുത്ത ആ ഇരുമ്പിനെ അവരടിച്ചു പരത്തി അവരുദ്ദേശിക്കുന്നതാക്കി മാറ്റുമ്പോ തീ കൊണ്ടാണ്, തീ എന്ന ഉലയിൽ നിന്നാണ് ഇരുമ്പിന്റെ കറകളൊക്കെ കളയുന്നത്. ഇരുമ്പിന്റെ കറകൾ കളഞ്ഞ് അതിന് ശരിക്കങ്ങ് അവര് പാകപ്പെടുത്തിയെടുക്കും. ഇരുമ്പിന്റെ കറകൾ തീയിലൂടെ കരിഞ്ഞു പോകുന്ന പോലെ പനി എന്ന ചൂടിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ തിന്മകളെ അള്ളാഹു കരിയിച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു. അള്ളാഹു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ എഴുതി വെക്കുകയും അള്ളാഹു രേഖപ്പെടുത്തുകയും ആ സ്ഥാനത്തെത്താൻ മാത്രമുള്ള അധ്വാനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് രോഗം തന്നുകൊണ്ട് അതിന്റെ ക്ഷമയാൽ അള്ളാഹു നിങ്ങളെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില ഫലം യബ്ലുഗ്ഹാ ബിഅമലിൻ. നമ്മൾ ചെയ്യുന്ന അധ്വാനമൊന്നും അതുകൊണ്ട് എത്തുന്നില്ല. നമ്മുടെ അധ്വാനം കൊണ്ടൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം അല്ലാഹു തആല നമുക്ക് ലക്ഷ്യമാക്കി വെച്ച നമ്മുടെ ഒരു സ്വർഗത്തിലെ സ്ഥാനം, ആ സ്ഥാനത്തേക്കുള്ള പണിയൊന്നും നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി ഔ മാലിഹി. ചില ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗം, അവരുടെ സമ്പത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ, കടുത്ത പരീക്ഷണങ്ങൾ വരും. ശരീരത്തിൽ കിഡ്നിയും ഹാർട്ടും ലിവറും പാൻക്രിയാസ്, നമ്മുടെ ബ്രെയിനിന്, തലച്ചോറിന്, സ്പൈനൽ കോഡിന്, ഇതൊക്കെ എന്തെല്ലാം അസുഖങ്ങൾ. അല്ലാഹുവേ നീ ശിഫയാക്കണേ റബ്ബേ. ഒരുപാട് രോഗികൾ ദുആ വസിയത്തുണ്ട്, പടച്ചവനൊക്കെ ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാന കാലം അവർക്ക് കൊടുക്കുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ അല്ലെങ്കിൽ വലിയ അസുഖങ്ങൾ അല്ലാഹു അവർക്ക് സ്വർഗത്തിൽ രേഖപ്പെടുത്തി വെച്ച സ്ഥാനത്തേക്ക് ഉയരാൻ 1000 കൊല്ലം സുജൂദിൽ കടന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ കിട്ടുമായിരുന്ന പ്രതിഫലം 1 കൊല്ലത്തെ ക്യാൻസറിന്റെ വേദന കൊണ്ട് അല്ലാഹു കൊടുക്കുന്നുണ്ടാകാം, അതിലേറെ കൊടുക്കുന്നുണ്ടാകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില ആളുകളെ അവനുദ്ദേശിച്ച സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ അവർക്ക് പരീക്ഷണം കൊടുക്കുന്നുണ്ട്. അത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവരോടുള്ള വിഷമം കൊണ്ടല്ല, സ്വർഗത്തിലെ ഉന്നതമായ മഖാമിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുപോകാനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. നമ്മുടെ മുണ്ടമ്പറമ്പ് മുഹമ്മദ് ബാഖവി, അല്ലാഹുവിനെ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ പടച്ചവനെ, സലാമത്ത് നൽകണേ പടച്ചവനെ. ആലിമാൻ, മുദരിസാണ്, ഒരുപാട് കുട്ടികളുടെ ഉസ്താദാണ്. അല്ലാഹുവിനെ ഇദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ റബ്ബേ. എൻ്റെ സുഹൃത്ത് അലവിക്കുട്ടി ഹുദവിയുടെ ജ്യേഷ്ഠനാണ്. പടച്ച റബ്ബേ, നീ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ശ്ഫിഹി യാ റബ്ബ് ശിഫാഅൻ ആജിലൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. 12 വയസ്സുള്ള ചെറിയ മോനെ എനിക്കറിയാം, എറണാകുളം ജില്ലയിലാണ്, മൂവാറ്റുപുഴ ഭാഗത്ത്.
കണ്ണിന് വലിയൊരു അസുഖം വന്ന് കണ്ണില്ല, ശരിക്ക് കണ്ണിൻ്റെ ഭാഗം ഇത്ര വലിയൊരു മുഴയായി ഒരു ഇറച്ചി കഷ്ണമായി പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ആ കുട്ടി, അല്ലാഹുവേ നീ എന്നെ അസ്രായിൽ എൻ്റെ അടുത്തേക്കൊന്ന് പറഞ്ഞയക്കോ എന്ന് വരെ ആ കുട്ടി പറയാൻ തുടങ്ങി. ആ കുട്ടിയെ ഞാൻ കണ്ടു. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ പടച്ചവൻ, നല്ല മോനാണ്, സാദേ ദ്വാരക്കണേ. അങ്ങനെ 3 പ്രാവശ്യം കുട്ടീനോട് പല സമയത്തായി പറഞ്ഞു. നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം സങ്കടപ്പെട്ടു പോകും. അല്ലാഹുവേ ഉമ്മയും ഉപ്പയും ആ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാട്, അവരുടെ ത്യാഗം അല്ലാഹു നീ കബൂലാക്കണേ റബ്ബേ. ആ കുട്ടിക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഖലീൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ, സലാമത്ത് നൽകണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ മക്കളൊക്കെ അത്തരം അസുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ മാതാപിതാക്കൾക്കാണ് അതിന്റെ പ്രതിഫലം, അവരുടെ ക്ഷമക്കാണ് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത്. കൊച്ചുമക്കൾ അവരെന്തായാലും സ്വർഗത്തിന്റെ അസ്വാഫീറുൽ ജന്ന, സ്വർഗത്തിന്റെ കിളികളാണ്, പക്ഷികളാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സ്വർഗത്തിലേക്കാണ്. കൊച്ചുമക്കൾ മരണപ്പെടുമ്പോൾ അവർ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം 7-ാം ആകാശത്ത് അള്ളാഹുവിന്റെ വലിയൊരു മഖാമിൽ മഹാനവറുകൾ കൊച്ചുമക്കളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവെന്ന് മരിച്ചു പോകുന്ന കുട്ടികളൊക്കെ ഖലീലുല്ലാഹി തങ്ങളുടെ കൂടെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടെ നിന്നാണ് പിന്നെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു മാതാവും പിതാവും ചെറിയ കുഞ്ഞ് നഷ്ടമാകും, എൻ്റെ കുഞ്ഞ് പോയല്ലോ എന്ന് വിചാരിക്കല്ലേ, വിഷമിക്കലിന് വേദനയുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ ആ കുഞ്ഞ് പോയത് നിങ്ങളുടെ കൈകളിൽ നിന്ന് പോയി, നിങ്ങളുടെ ഭർത്താവിന്റെ കുഞ്ഞിന്റെ ഉപ്പയുടെ കൈകളിൽ നിന്ന് പോയി, ഉമ്മയുടെ കൈകളിൽ നിന്ന് പോയി. പക്ഷെ എത്തിപ്പെട്ടത് ആരുടെ കൈകളിലേക്കാണ്? ഖലീലുല്ലാഹിയുടെ കയ്യിലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം മുഹിബ്ബുദ്ദീഫാൻ, അതിഥികളെ അത്രമേൽ സൽക്കരിക്കുന്ന മഹാനാണത്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ഒരു വിഷമവും ഖലീലുല്ലാഹി തങ്ങളുടെ കൂടെ വരില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതൊക്കെ മുഅ്മിനീങ്ങൾ കിട്ടുന്ന സൗഭാഗ്യമല്ലേ? ഈ ഈമാനും വിശ്വാസവും നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ തകർന്നു പോയേനെ. ഒരു കുഞ്ഞ് മരിച്ചാൽ ഒരു കുടുംബം തകരും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, എൻ്റെ റബ്ബ് തീരുമാനിച്ചു അത് നടന്നു എന്ന് പറയാനുള്ള കരുത്തും ഈമാനും യഖീനും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നൽകിയതിന്റെ പേരിലല്ലേ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്ത് ആർക്ക് ഇതൊക്കെ സഹിക്കാൻ കഴിയും? വേദനകൾ ആർക്ക് കടിച്ചിറക്കാൻ കഴിയും? ഓരോ സൂചിയുടെ വേദനക്ക്, മുള്ളിന്റെ വേദനക്ക്, നഖമൊന്ന് മുറിച്ചു കളയും ഇച്ചിരി കയറിപ്പോയാൽ എത്ര വേദനയാണ്. എല്ലാറ്റിനും അല്ലാഹു തആല നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി ഔ മാലിഹി, സമ്പത്തിലും ശരീരത്തിലും അല്ലാഹു പരീക്ഷണം കൊടുക്കും. ചില ആളുകൾ അമൽ കൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്ന് അല്ലാഹു കാണുമ്പോൾ ഔ ഫീ വലദി സുമ്മ സബ്ബറ അലാ ദാലിക്, എന്നിട്ട് ക്ഷമിക്കാനുള്ള കരുത്തും അല്ലാഹു കൊടുക്കും. ഹത്താ യുബ്ലിഗഹു അൽ മൻസിലത്തല്ലതി സബഖത് ലഹു മിനല്ലാഹി അസ്സ വജൽ, അല്ലാഹു ആദ്യമായി അവർക്ക് നിശ്ചയിച്ച ഓശാരമായി കൊടുത്ത ആ സ്ഥാനത്തേക്ക് എത്താൻ മാത്രമുള്ള ക്ഷമ ഈ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ.